ടെക് ട്രാവലിന്റെ എല്ലാ പ്രേക്ഷകർക്കും നമ്മുടെ ഹൃദയം നിറഞ്ഞ പുതുവത്സരാശംസകൾ. ഹാപ്പി ന്യൂ ഇയർ. യെസ്, അപ്പോൾ ന്യൂ ഇയർ അടിച്ചു പൊളിക്കുക. അപ്പോൾ ന്യൂ ഇയർ പ്രമാണിച്ച് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഒരു കിടിലൻ Q&A വീഡിയോ ആണ്. എല്ലാവർക്കും അറിയേണ്ട കാര്യങ്ങൾ ഞങ്ങൾ ഇന്ന് ഈ വീഡിയോയിലൂടെ ഞങ്ങൾ വെളിപ്പെടുത്തുകയാണ്. സോ ലെറ്റ്സ് സ്റ്റാർട്ട് ദി വീഡിയോ. യെസ്, രാത്രിയാത്ര നടത്താനായിട്ട് പല പല സംസ്ഥാനങ്ങളെ കൂടെ ചെയ്തിട്ടുണ്ടല്ലോ. അപ്പം നിങ്ങൾക്ക് എവിടെയെങ്കിലും എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടോ? മലയാളി എന്ന രീതിയിൽ എവിടെയെങ്കിലും വിവേചനം അനുഭവപ്പെട്ടിട്ടുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. ഉണ്ടോ? ഇല്ലല്ലോ. ഇല്ല, മലയാളി എന്നുള്ള രീതിയിൽ വിവേചനം അനുഭവിച്ചിട്ടില്ല. പക്ഷെ ഒരു ഇന്ത്യക്കാരൻ എന്നുള്ള രീതിയിലുള്ള വിഭജനം പല സ്ഥലത്തും നമ്മൾ അനുഭവിക്കാറുണ്ട്, പ്രത്യേകിച്ച് വിദേശ രാജ്യങ്ങളിൽ പോകുമ്പോൾ. അതേപോലെ നേപ്പാളി വന്നപ്പോൾ നമ്മൾ അനുഭവിച്ചായിരുന്നു. 2-3 സ്ഥലങ്ങളിൽ അവർ അനുഭവിച്ചായിരുന്നു. അത് പ്രത്യക്ഷമായിട്ടും പരോക്ഷമായിട്ടും നമ്മൾ അനുഭവിക്കുന്ന കാര്യമാണ്. പൊതുവെ കൂടുതലായിട്ട് യാത്ര ചെയ്യുന്ന ആൾക്കാർ ഈ ഒരു കാര്യത്തിൽ ഒരു എതിർപ്പും പറയില്ല. ഒരു ഇന്ത്യക്കാരൻ എന്നുള്ള രീതിയിൽ അത് എങ്ങനെയാണ് വിഭജനം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മളൊരു കടയിൽ കയറി പോകുമ്പോഴത്തേക്കിനും നമ്മളെ മൈൻഡ് ചെയ്യാണ്ടിരിക്കുക, ഇല്ല നമ്മളെന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് അവര് ഹാർഷായിട്ട് പെരുമാറുക, അങ്ങനെയൊക്കെയുള്ള രീതിയിലായിരിക്കും. ചിലപ്പോൾ തൊട്ടപ്പുറത്തേക്കുന്ന മറ്റൊരു രാജ്യക്കാരനോട് ഭയങ്കര സോഫ്റ്റ് ആയിട്ട് പെരുമാറും. നമ്മൾ റെസ്റ്റോറൻറ്റിൽ കയറി പോകുമ്പോഴത്തേക്കിനും നമുക്ക് ഇരിക്കാൻ നല്ലൊരു ഇരിപ്പിടം തരാതിരിക്കാം, മുൻപിലുള്ള സീറ്റുകളൊക്കെ തരണമെങ്കിൽ അവിടുത്തെ പ്രീമിയം സീറ്റുകളൊന്നും നമുക്ക് തരാതിരിക്കാം. അങ്ങനെയുള്ളതൊക്കെയാണ് വിവേചനം. അല്ലാതെ പ്രത്യക്ഷമായിട്ട് കാണിക്കില്ല, പക്ഷെ പരോക്ഷമായിട്ട് ഇഷ്ടംപോലെ വിവേചനം ഞാൻ അനുഭവിച്ചിട്ടുണ്ട്. അത് ഈ യാത്രയിൽ ഞങ്ങൾ അനുഭവിച്ചിട്ടുണ്ട്. അതെ, ഉണ്ട്. ഫാമിലി ആയിട്ട് യാത്ര ചെയ്യാനായിട്ട് എടുത്ത ഒരു തീരുമാനത്തിനെ പറ്റി കുറേ ആൾക്കാർ ചോദിച്ചിട്ടുണ്ട്. അത് ഭയങ്കര റിസ്ക് ആണല്ലോ, ഇത്രയും നാൾ പ്രത്യേകിച്ച് ഇത്രയും ദൂരം നിങ്ങൾക്ക് യാത്ര ചെയ്യാനായിട്ട് ഞാൻ എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു ഡിസിഷൻ എടുത്തത്, അതിനകത്തെ സംഭവത്തെ പറ്റിയാണ് എല്ലാവരും ചോദിക്കുന്നത്. ഫാമിലിയായിട്ട് യാത്ര ചെയ്യാൻ ഒരു റിസ്ക്കും ഇല്ല എന്നുള്ളത് ഈ ഒരു യാത്രയിൽ നമുക്ക് മനസ്സിലായ ഒരു കാര്യമാണ്, അല്ലേ? പ്രത്യേകിച്ച് നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്ത് നമുക്ക് സുരക്ഷിതമായിട്ട് ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ, ഇന്ത്യയിൽ മാത്രമല്ല നേപ്പാളിലും ഭൂട്ടാനിലും നമുക്ക് ഫാമിലിയായിട്ട് യാത്ര ചെയ്യാം. നമുക്ക് രാത്രി യാത്ര പരമാവധി ഒഴിവാക്കുക, പകൽ സമയത്ത് മാത്രം യാത്ര ചെയ്യുക എന്നുള്ളതാണ്. നമുക്ക് ആകെ ഉള്ളൊരു ബുദ്ധിമുട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നതെന്ന് പറയാനായിട്ട്, ഫാമിലിയായിട്ട് യാത്ര ചെയ്യുമ്പോഴത്തേക്കിനും നമുക്ക് അവരുടെ കംഫർട്ടും കൂടെ നോക്കണം. പ്രത്യേകിച്ച് ഇപ്പം നമ്മൾ ഒറ്റയ്ക്ക് നമ്മുടെ ഫ്രണ്ട്സായിട്ടൊക്കെ ആണെങ്കിൽ നമുക്ക് ഒരു രാത്രി റൂം കിട്ടിയില്ലേ പോലെ നമുക്ക് വണ്ടിയിൽ കഴിച്ചു കിട്ടാം. പക്ഷേ ഫാമിലിയായിട്ട് യാത്ര ചെയ്യുമ്പോൾ അത് പറ്റില്ല. അതേപോലെ നല്ല ഭക്ഷണം, പ്രത്യേകിച്ച് കുഞ്ഞുങ്ങളുള്ളതുകൊണ്ട് അവർക്കും കൂടെ കഴിക്കാൻ പറ്റുന്ന ഭക്ഷണം ലഭിക്കണം. അങ്ങനെയുള്ള കുറേ ബുദ്ധിമുട്ടുകളുണ്ട്. അപ്പോൾ അവരെ കൂടുതൽ കംഫർട്ടബിൾ ആക്കാൻ വേണ്ടി ചിലപ്പോൾ നമുക്ക് കുറച്ച് ചിലവ് കൂടുതലായേക്കാം, അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾ കുറേ കാര്യങ്ങൾ കോംപ്രമൈസ് ചെയ്തേക്കാം. നമ്മൾ നോർത്ത് ഈസ്റ്റ് ഒക്കെ പ്രോപ്പറായിട്ട് എക്സ്പ്ലോർ ചെയ്യാതെ തിരിച്ച് വേഗം മടങ്ങിയത് ആ ഒരു കാര്യത്തിലാണ്. കാരണം നമുക്ക് പ്രോപ്പറായിട്ടുള്ള സ്ഥലം കിട്ടായിക അല്ലെങ്കിൽ നല്ല ഭക്ഷണം കിട്ടായികയൊക്കെയാണ് അതിനകത്ത് ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറയുന്നത്. സോ എനിബഡി ക്യാൻ ട്രാവൽ വിത്ത് ഫാമിലി. നിങ്ങളുടെ സ്വന്തം വണ്ടിയിലോ എങ്ങനെ വേണമെങ്കിലും നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്ത് എവിടെയും ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ ആർക്കും ഫാമിലിയായിട്ട് യാത്ര ചെയ്യാം. വേറൊരു വന്ന കമൻറ്റാണ്, അതായത് സാധാരണ നമ്മൾ റെസ്റ്റോറൻറ്റിലൊക്കെ പോകുമ്പോഴത്തേക്കിന് ഈ കുട്ടികൾക്ക് ഫീഡ് ചെയ്യാനായിട്ട് കഷ്ടപ്പെടുന്ന അമ്മമാരെ ഒത്തിരി കണ്ടിട്ടുണ്ടെന്ന് പറയുന്നു. അപ്പോൾ ഒരു ആൾ നിന്നെ അപ്രിഷ്യേറ്റ് ചെയ്തൊരു കമൻറ്റ് ഇട്ടിരിക്കുകയാണ്. അപ്പോൾ അവർ ചോദിച്ചൊരു ചോദ്യം എന്ന് പറയുന്നത്, ഈ യാത്രയിൽ ഒരു വുമൺ, ഒരു സ്ത്രീ ആയതുകൊണ്ട് നീ നേരിട്ട ഏറ്റവും വലിയ ബുദ്ധിമുട്ട് എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഈ യാത്രയിൽ ഞാൻ നേരിട്ടത്, എനിക്ക് തോന്നുന്ന ഋഷീനെ പോലും എനിക്ക് അത്രയും കൈകാര്യം ചെയ്യേണ്ട ഒരു ബുദ്ധിമുട്ടും അവൻ എനിക്ക് തന്നിട്ടില്ല. പക്ഷെ എനിക്ക് ഏറ്റവും ബുദ്ധിമുട്ട് ആയിട്ട് തോന്നിയത് ഒറ്റൊരു കാര്യമാണ്, ഒരു പ്രോപ്പറായിട്ട് ടോയ്ലറ്റ് പോകാൻ പറ്റാവുന്ന ഒരു സ്ഥലം നമ്മുടെ നാട്ടില്, അതായത് പൊതുവെ ഇന്ത്യ മഹാരാജ്യത്ത്. എനിക്ക് തോന്നുന്നു ഭൂട്ടാനിൽ പിന്നെയും കുഴപ്പമില്ലായിരുന്നു. എന്നാലും ഞാനത് ഫേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ, ഭൂട്ടാനിലും ഫേസ് ചെയ്തിട്ടുണ്ടെങ്കിലും ബാക്കി ഞങ്ങൾ പോയെടുത്ത എല്ലാം വൃത്തിഹീനമായ, അതായത് വൃത്തി ഉള്ള, ഉദ്ദേശിച്ചത് അതാണ്, ഒരു ശകലം പോലും വൃത്തിയില്ലാത്ത സ്ഥലങ്ങളാണ് ഞാൻ കൂടുതലും കണ്ടിരിക്കുന്നത്. റോഡ് സൈഡിൽ വരെ ഒളിച്ചും പാത്തും മുള്ളേണ്ടി വരുന്ന അവസ്ഥയിൽ വരെ എനിക്ക് വന്നിട്ടുണ്ട്. ഞാൻ മുള്ളിയിട്ടുമുണ്ട്, വണ്ടി നിർത്തി ഡോർ ഓപ്പൺ ആക്കിയിട്ട് മറ വെച്ചിരുന്ന് മുള്ളിയിട്ടുമുണ്ട്. അപ്പൊ നമ്മുടെ രാജ്യത്ത് അത്രയും വൃത്തികേടായിട്ടിരിക്കുന്നതുകൊണ്ടാണ് നമ്മള് അത്രയും കഷ്ടപ്പെടുന്നത്. അതാണ് ഞാൻ കഷ്ടപ്പെട്ടത്. പിന്നെ പുറം രാജ്യങ്ങളിൽ നോക്കുമ്പോൾ അവരെത്ര ഹൈജീൻ ആയിട്ടാണ് പബ്ലിക് ടോയ്ലറ്റ്സ് ഒക്കെ ഇരിക്കുന്നത് കാണുമ്പോഴല്ലോ കൊതിയാവും. നമ്മുടെ നാട്ടിലും അതേപോലെ ഇരിക്കണം. നമ്മൾക്ക് നമ്മുടെ നാട്ടിൽ ഇല്ലാന്നല്ല, ഉണ്ട്, കുറെ അടുത്ത് എനിക്ക് കിട്ടിയിട്ടും ഉണ്ട് പബ്ലിക് ടോയ്ലറ്റ്സ് വൃത്തിയായിട്ട്. പക്ഷെ എന്നാലും പ്രോപ്പറായിട്ട് വൃത്തിയില്ല. എല്ലായിടത്തും പബ്ലിക് ടോയ്ലറ്റ് ഉണ്ട്, പെട്രോൾ പമ്പിലുണ്ട്, റെസ്റ്റോറൻറ്റ്സിലുണ്ട്, എവിടെ പോയാലും ഉണ്ട്, ഈവൻ ടോൾ ബൂത്തിനടുത്ത് വരെ ഉണ്ട്. പക്ഷെ നമുക്ക് മൂക്ക് പൊത്താതെ അല്ലെങ്കിൽ കണ്ണടച്ചു പിടിച്ചൊക്കെ പോയി കാര്യം സാധിക്കേണ്ട അവസ്ഥയാണ്
നമുക്ക് എല്ലായിടത്തും വരുന്നത്. അത് നമ്മളുടെയും കൊണ്ട് ഒരു കയ്യിലിരിപ്പാണ് അല്ലേ? ശരിക്കും നമ്മളും ടോയ്ലറ്റ് ഉണ്ടായാൽ മാത്രം പോരാ, നമ്മളും വൃത്തിയാക്കി ഇടാൻ സൂക്ഷിക്കണം. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയിൽ ഏറ്റവും നല്ലൊരു ബിസിനസ് സ്കോപ്പ് എന്ന് പറഞ്ഞൊരു സംഭവം ഞാൻ പറയുന്നുണ്ട്. ഇതിനു മുമ്പ് ഞാൻ പറഞ്ഞതാണ് ഈ സുലഭ ടോയ്ലറ്റ്സ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അതൊന്നും അതുപോലും വൃത്തിയല്ല നമുക്ക് വേണം പറയാം. എന്തിനാ ഈ ചെറിയ ചെറിയ ബോക്സുകളിലായിട്ട് അതും വൃത്തിയില്ല. ഇന്ത്യയിൽ പ്രോപ്പർ ആയിട്ട് വൃത്തിയാക്കി സൂക്ഷിക്കാവുന്ന ഒരു പബ്ലിക് ടോയ്ലറ്റ് ഇന്ത്യയിൽ ഉടനീളം ഏതെങ്കിലും ഒരു കമ്പനി സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ ഏറ്റവും നല്ലൊരു ബിസിനസ് സാധ്യതയായിരിക്കും തന്നെ പറയാം അല്ലേ? നമ്മൾ ഇന്ത്യയിൽ കണ്ടതിൽ വെച്ച് ഏറ്റവും വേസ്റ്റ് തിങ് എന്ന് പറയുന്നത് പൊതു ശൗചാലയമാണ്. ഈ യാത്രയിൽ നിനക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലം അല്ലെങ്കിൽ ഈ യാത്രയിൽ നിനക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട അനുഭവം? സ്ഥലം എന്ന് പറയുമ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ട രാജസ്ഥാനാണ്. രാജസ്ഥാനിലെ ആ കോട്ടകളും പിന്നെ ജയ്സൽമീർ, ജോധ്പൂർ, ജയ്പൂർ ഒക്കെ എനിക്ക് ഇഷ്ടപ്പെട്ട സ്ഥലം. അനുഭവം എന്ന് പറയുന്നത് നമ്മൾ ആദ്യമായിട്ട് മഞ്ഞ് കണ്ടില്ലേ, കുറെ സ്നോ ഒക്കെ കണ്ടില്ലേ, തവാങ്ങില്. അതാണ് എനിക്ക് അടിപൊളിയാണ്. നമ്മളന്ന് ഒരുപാട് എൻജോയ് ചെയ്ത് വീഡിയോ എടുത്തതും എൻജോയ് ചെയ്ത ദിവസമാണ് തവാങ്ങില്. ബുംല പാസ് ഒക്കെ പോയി. അതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട അനുഭവം എന്ന് പറയാം. നമ്മൾ രാജസ്ഥാനിൽ പോയ സമയത്ത് ഫോർച്യൂണർ ഉണ്ടായിരുന്നെ നമ്മൾ ഒന്നും കൂടെ എൻജോയ് ചെയ്തേനെ. മരുഭൂമിയിൽ പോയി വണ്ടി ഓടിച്ച് ഇല്ലേ? അതെ, അത് ഭയങ്കര എക്സ്പീരിയൻസ് ആയിരുന്നു. ഏറ്റവും ഇഷ്ടപ്പെടാതിരുന്ന എക്സ്പീരിയൻസ് അല്ലെ ഏറ്റവും ഇഷ്ടപ്പെടാതിരുന്ന സ്ഥലം ഏതായിരുന്നു? ഇഷ്ടപ്പെടാതിരുന്ന സ്ഥലം എന്ന് പറയാൻ വേണ്ടി നോർത്ത് ഈസ്റ്റ് ആണ് മെയിൻ ആയിട്ട്. അത് എന്തുകൊണ്ടാ? നമുക്ക് ആൾക്കാർക്ക് ഫ്രണ്ട്ലി അല്ല, ഒന്നും കാണാനില്ല. പ്രത്യേകിച്ച് നമുക്ക് ഷൂട്ട് ചെയ്യാനൊന്നും ഇല്ല കാര്യമായിട്ടും. ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നില്ല. നമ്മള് നോർത്ത് ഈസ്റ്റ് ഭയങ്കര സംഭവം കിട്ടാം, പക്ഷെ പോയി നോക്കുമ്പോൾ ഒന്നും ഇല്ല. അതെ, ഇങ്ങനെ യാത്ര എല്ലാവരുടെയും ആഗ്രഹമാണ്. അപ്പോൾ അതേപോലെ തന്നെ ആ യാത്രയിൽ ഏകദേശം എത്ര രൂപ ഡീസലിനും ടോളിൻ്റെ ഇനത്തിൽ ചിലവായി എന്നാണ് മറ്റൊരു ചോദ്യം. അത് ശരിക്കും എനിക്ക് കറക്റ്റ് ഇപ്പം പറയാൻ പറ്റത്തില്ല. കാരണം INB ട്രിപ്പ് സീസൺ 1 പോയ സമയത്ത് ഞാൻ 1.5 മാസത്തെ യാത്രയ്ക്ക് 15,000 കിലോമീറ്റർ നമ്മൾ ഡ്രൈവ് ചെയ്തപ്പോഴത്തേക്കിനും 1.5 ലക്ഷം രൂപ മുതൽ 2 ലക്ഷം രൂപ വരെയാണ് നമുക്ക് ഡീസൽ ടോൾ എക്സ്പെൻസിൽ ചിലവായത്. അപ്പോൾ ഇതിപ്പോൾ നമ്മൾ ഇതുവരെ നമ്മളിപ്പോൾ എത്ര ഓടി? ഹാരിയർ 18,000 ഓടി, ഇതിപ്പോൾ 12,000 ഓടി, അപ്പം 13ആയി. അപ്പം 18ഉം 20ഉം 10 30,000 കിലോമീറ്റർ ഇപ്പം തന്നെയായി. അപ്പോൾ എങ്ങനെ പോയാലും ഈസി ആയിട്ട് ഫോർച്യൂണറിൻ്റെ മൈലേജും കുറവാണ്, ഈസി ആയിട്ട് ഒരു 10 ലക്ഷം രൂപയ്ക്ക് അടുത്തെങ്കിലും ഡീസൽ ആൻഡ് ടോളിൻ്റെ ചെലവിൻ്റെ ഇനത്തിൽ നമുക്ക് ആയിട്ടുണ്ടാകും. കാരണം നമ്മളിപ്പോൾ യാത്ര തുടങ്ങിയിട്ട് 6 മാസമായി ഇല്ലേ? അപ്പോൾ അതുകൊണ്ട് കൃത്യമായിട്ട് അതിൻ്റെ ഒരു കണക്ക് എനിക്ക് പറയാൻ പറ്റത്തില്ല. എന്നാലൊരു ഊഹാപോഹ കണക്കൊക്കെ നമുക്ക് എടുത്ത് ഏകദേശം ട്രിപ്പെല്ലാം കഴിഞ്ഞ് അവസാനം ഞാൻ പറയാം. അതെ, അതുകൊണ്ട് നോക്കാറില്ല. പിന്നെ നിങ്ങൾ എല്ലാവരും കാത്തിരിക്കുന്ന മറ്റൊരു ചോദ്യമാണ്, എത്ര മുടക്കി എത്ര കിട്ടി? എല്ലാവർക്കും അറിയേണ്ട കാര്യമാണല്ലോ. കാരണം ഇത്രയും കഴിഞ്ഞ 6 മാസമായിട്ട് നമ്മളിങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് തോന്നുന്നില്ല ഇത്രയധികം എക്സ്പെൻസ് അല്ലെങ്കിൽ ഇത്രയധികം പൈസ മുടക്കി മലയാളത്തിൽ ആരെങ്കിലും ഇതുപോലൊരു ഇത്രയും വലിയൊരു ട്രാവൽ സീരീസ് ചെയ്തിട്ടുണ്ടോ എന്നെനിക്ക് സംശയമാണ്. നമ്മൾ 6 മാസമായിട്ട് യാത്ര ചെയ്തതിൽ നമ്മുടെ ഏറ്റവും വലിയ എക്സ്പെൻസ് എന്ന് പറയുന്നത് നമ്മുടെ രണ്ടാമത് വാങ്ങിച്ച ടൊയോട്ട ഫോർച്യൂണറാണ്. നമ്മൾ ഏറ്റവും കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത് അത് ശരിക്കും നമ്മുടെ ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. സത്യം പറഞ്ഞാൽ നമ്മുടെ യാത്രകളിൽ നമ്മുടെ ഒരു റോഡ് ട്രിപ്പിന് വേണ്ടി നമ്മൾ ചെയ്ത ഏറ്റവും വലിയൊരു ഇൻവെസ്റ്റ്മെൻ്റ് ആണ് നമ്മുടെ ഫോർച്യൂണർ എന്ന് പറയുന്നത്. അതിന് എത്ര കോസ്റ്റ് ആയെന്ന് എല്ലാവർക്കും അറിയാം. പിന്നെ നമ്മുടെ ഫസ്റ്റ് ഇൻവെസ്റ്റ്മെൻ്റ് ആയിരുന്നു ഹാരിയർ, അതും ഇപ്പോൾ ഉണ്ട്. അതും നമ്മുടെ ഒരു ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. നമ്മളെ സംബന്ധിച്ച് നമ്മുടെ ഓരോ വണ്ടി നമ്മളൊരു ഗാഡ്ജറ്റുകൾ വാങ്ങുന്ന പോലെ നമുക്കൊരു ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. നമുക്ക് നമ്മുടെ യാത്രകൾക്ക് വേണ്ടിയാണ്. എത്ര പൈസ മുടക്കി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ കഴിഞ്ഞ 6 മാസത്തെ ക്രെഡിറ്റ് കാർഡ് സ്റ്റേറ്റ്മെൻറ്റ് എടുത്ത് നോക്കേണ്ടി വരും. എല്ലാ മാസവും ഒരു 3 മുതൽ 4 ലക്ഷം രൂപ വരെയാണ് ഞാൻ ക്രെഡിറ്റ് കാർഡിൻ്റെ ബില്ല് അടയ്ക്കുന്നത്. അതിനകത്ത് തന്നെ ക്രെഡിറ്റ് കാർഡ് മാത്രമല്ല, ശ്വേതയുടെ അക്കൗണ്ടിൽ നിന്നും അബിയുടെ അക്കൗണ്ടിൽ നിന്നും ഒക്കെ നമ്മൾ സ്പെൻഡ് ചെയ്യുന്നുണ്ട് പല സ്ഥലത്തും. പിന്നെ അതല്ലാതെ നെറ്റ് ബാങ്കിങ് മറ്റ് ക്യാഷായിട്ട് നമ്മളെടുത്ത് സ്പെൻഡ് ചെയ്യുന്നുണ്ട് പല സ്ഥലത്തും. അങ്ങനെ പലതരത്തിലുള്ള സ്പെൻഡിങ് നമുക്ക് വന്നു. ഇപ്പോൾ ഈ നേപ്പാളിൽ തന്നെ നമ്മൾ ഈ ഒരാഴ്ച നമ്മൾ നേപ്പാളിൽ നിൽക്കുന്നതിന് അപ്രോക്സിമേറ്റ് എനിക്ക് തോന്നുന്നൊരു 50,000-അടുത്ത് ചിലവ് വന്നിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു അതാണ് തോന്നുന്നു ഏറ്റവും കുറവ്. ഇത്ര ഈ ഒരു യാത്രയിൽ ഏറ്റവും കുറവ് നമ്മൾ സ്പെൻഡ് ചെയ്തിരിക്കുന്നത് നേപ്പാളാണെന്ന് തോന്നുന്നു. അതും ഇൻക്ലൂഡിങ് ഷോപ്പിംഗ് ആണ്. പിന്നെ ഈ യാത്രയിൽ നമ്മുടെ ഭൂട്ടാനിലാണ്. പെട്രോളും ഡീസലും ഒന്നും അല്ല ഏറ്റവും വലിയ എക്സ്പെൻസ് എന്ന് പറയുന്നത്. നമ്മളുടെ റൂം റെന്റ് ആണ് ഏറ്റവും വലിയൊരു എക്സ്പെൻസ് എന്ന് പറയുന്നത്. നമുക്ക് ഒരു ദിവസം താമസിക്കണമെങ്കിൽ ഒരു മിനിമം ഒരു 4,000 മുതൽ 6,000 രൂപ വരെ നമുക്ക് ചിലവ് വരുന്നുണ്ട് റൂമിന്. കാരണം നമ്മൾ 2 പേരാണെങ്കിൽ നമുക്കൊരു നോർമൽ റൂം റെന്റ് നമുക്ക് കിട്ടും. പക്ഷേ 3-ാമതൊരാളുള്ളതുകൊണ്ട് നമുക്ക് എക്സ്ട്രാ ബെഡിൻ്റെ ഒരു ചിലവ് വരും.
അപ്പോൾ അതുകൊണ്ടാണ് പല സ്ഥലത്ത് നമ്മൾ 2 റൂമൊന്നും എടുക്കാത്തത്. കാരണം ഒരു റൂമിന് 4000 രൂപ ആണെങ്കിൽ എക്സ്ട്രാ ബെഡ് അടക്കം ചിലപ്പോൾ 5000 രൂപ കിട്ടും. 2 റൂം എടുക്കുമ്പോൾ 8000 രൂപ കൊടുക്കേണ്ടി വരും. അതുകൊണ്ടാണ് നമ്മൾ പല സ്ഥലത്തും ഹോം സ്റ്റേകൾ, എയർബിഎൻബികളൊക്കെ യൂസ് ചെയ്തത്. അതാകുമ്പോൾ നമുക്ക് 2-3 റൂമുകളുള്ള ഒരു വീട് കിട്ടും ചിലപ്പോൾ ഈ പ്രൈസിന്. അപ്പോൾ അതൊക്കെയാണ് നമുക്ക് ഈ ഒരു യാത്രയെ നമ്മൾ ബെനിഫിറ്റ് എന്ന് പറയുന്നത്. നമ്മൾ സ്പെൻഡ് ചെയ്തിരിക്കുന്നത് ഏകദേശം മൊത്തത്തിൽ എങ്ങനെ പോയാലും ഒരു 25 lakhs-നും 30 lakhs-നും ഇടയ്ക്ക് നമ്മൾ ഈ ഒരു കഴിഞ്ഞ 6 മാസം നമ്മളുടെ യാത്രയ്ക്ക് വേണ്ടി മാത്രം ചിലവാക്കിയിട്ടുണ്ട്. അതായത് ഡീസൽ, താമസം, ഫുഡ്, ഷോപ്പിംഗ് ചിലപ്പോൾ എക്സ്ട്രാ ആയിരിക്കാം. ഷോപ്പിംഗ് വളരെ കുറവാണ്. ഷോപ്പിംഗ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമ്മള് യാത്രയിലിടയിൽ ഷോപ്പ് ചെയ്യുന്നത്, നമ്മൾ ഈ 6 മാസം നാട്ടിലാണെങ്കിൽ നമ്മൾ ഇതിലും കൂടുതൽ പൈസക്ക് നമ്മൾ ഷോപ്പ് ചെയ്യും. ചിലപ്പോൾ ഇതിലും കൂടുതൽ നമ്മൾ റിക്വയർമെന്റ് ഉണ്ടാവും. യാത്രയിൽ നമുക്ക് വസ്ത്രങ്ങൾ മാറി ഇടണം. അത് മാത്രമല്ല നമ്മൾ വീഡിയോ ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് പുതിയ വസ്ത്രങ്ങൾ ഇങ്ങനെ ഇടണം. അപ്പോൾ അങ്ങനെയുള്ള കുറേ സംഭവങ്ങളുണ്ട്. അപ്പോൾ ഷോപ്പിങ്ങിന് വേണ്ടി സ്പെൻഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു കൃത്യമായിട്ടുള്ളൊരു കണക്ക് പറയാനായിട്ട് എനിക്ക് ഇപ്പോഴും സാധിക്കില്ല. കാരണം അത് നമുക്ക് ഒരു എമൗണ്ട് അല്ല, ഒരു എമൗണ്ട് പറയാൻ നമുക്ക് പറ്റത്തില്ല അല്ലേ. ഇറ്റ്സ് കൈൻഡ് ഓഫ് ഡിഫിക്കൽട്ട് അല്ലേ. നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി ഇരിക്കുകയായിരുന്നു. അപ്പോൾ ഒരു ഫുഡ് കൊണ്ട് സെർവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതെന്താ ഇത്? ദിസ് ഈസ് അവേഴ്സ്, ഇറ്റ്സ് നോട്ട് അവേഴ്സ് ഐ ഗസ്. അവർ ഫുഡ് കൊണ്ടുവന്നിട്ട് നമ്മുടെ അല്ലായിരുന്നു, വേറെ ഏതോ ഫുഡാണ് കൊണ്ടുവന്നത്. അപ്പോൾ ഇത്രയധികം പൈസ സ്പെൻഡ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കിനും നമുക്ക് ഇതിൽ നിന്ന് എന്തോരം റിട്ടേൺസ് ഉണ്ടെന്നുള്ളതാണ് നെക്സ്റ്റ് എല്ലാവരും ഡൗട്ട്. നമുക്ക് സ്വാഭാവികമായിട്ടും നമ്മൾ ഇത്രയും സ്പെൻഡ് ചെയ്യുമ്പോഴത്തേക്കിനും നമുക്ക് അതനുസരിച്ച് റിട്ടേൺ ഉണ്ടാകും. അതുകൊണ്ടാണല്ലോ നമ്മൾ ഇത്രയും സ്പെൻഡ് ചെയ്യുന്നത്. ആ റിട്ടേൺ ഉണ്ടാകുന്നതിൻ്റെ മെയിൻ റീസൺ നിങ്ങൾ വീഡിയോ കാണുന്നതുകൊണ്ടാണ്. നിങ്ങൾക്ക് നമ്മൾ ചെയ്യുന്ന വീഡിയോസ് ഇഷ്ടമാവുന്നത് കൊണ്ടും ഇൻഫർമേറ്റീവ് ആണെന്ന് തോന്നുന്നത് കൊണ്ടും നിങ്ങളത് കാണുന്നത് കൊണ്ടും മാത്രമാണ് നമുക്ക് ഇതുപോലെ യാത്ര ചെയ്യാൻ സാധിക്കുന്നതും ഇത്ര നാളായിട്ട് ഇത്ര ദീർഘകാലം യാത്ര ചെയ്യാൻ സാധിക്കുന്നതും ഇതുപോലെയുള്ള കണ്ടന്റുകൾ നിങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കാൻ സാധിക്കുന്നതും അല്ലേ? തീർച്ചയായും. ഇപ്പോൾ നിങ്ങൾ വീഡിയോ കാണുന്നത് കുറവാണെങ്കിൽ തീർച്ചയായും നമുക്ക് അത്രയധികം യാത്ര ചെയ്യാൻ സാധിക്കില്ല എന്ന് മാത്രമല്ല, നമുക്ക് ഇതുപോലെ റിച്ച് ആയിട്ടുള്ള എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക, ധനികൻ എന്നല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്, കണ്ടന്റ് റിച്ച് ആയിട്ടുള്ള കാഴ്ചകൾ നമുക്ക് കാണിക്കാൻ സാധിക്കും അല്ലേ? നമുക്ക് പലതും സ്പെൻഡ് ചെയ്താൽ കിട്ടുന്ന കുറേ സംഭവങ്ങളുണ്ട്, സ്പെൻഡ് ചെയ്യാതെ കിട്ടുന്ന സംഭവങ്ങളും ഉണ്ട്. നമ്മൾ സ്പെൻഡ് ചെയ്യാതെ ഉള്ളതും കാണിക്കുന്നുണ്ട്, സ്പെൻഡ് ചെയ്യുന്നതും കാണിക്കുന്നുണ്ട്. നമ്മൾ വലിയ 5 സ്റ്റാർ ഹോട്ടലിൽ പോയി ഭക്ഷണം കഴിക്കുന്നുണ്ട്, റോഡ് സൈഡിലിരുന്ന് ഭക്ഷണം കഴിക്കുന്നുണ്ട്, 5 സ്റ്റാർ ഹോട്ടലിലിരുന്ന് മൂത്രം ഒഴിക്കുന്നുണ്ട്, റോഡ് സൈഡിലിരുന്ന് മൂത്രം ഒഴിക്കുന്നുണ്ട്, ശ്വേത ഉൾപ്പെടെ. ആ ഒരു അനുഭവം നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്ത് മാത്രമേ കിട്ടുള്ളൂ. അപ്പോൾ അതെല്ലാം നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുന്ന ഓരോരുത്തരും കാരണം തന്നെയാണ്. വണ്ടർ വുമൺ ചോദിച്ച ചോദ്യമാണ്, ഈ യാത്രയിൽ ഏറ്റവും കൂടുതൽ സങ്കടപ്പെട്ട നിമിഷം ഏതാണെന്ന് ചോദിക്കുന്നത്. ഈ യാത്രയിൽ ഏറ്റവും കൂടുതൽ സങ്കടപ്പെട്ട നിമിഷം എന്ന് പറയുന്നത്, നമ്മൾ ചോക്കിദാനി പോയ സമയത്ത് അതിൻ്റെ ആ ക്യാമലിൻ്റെ മേളിൽ കയറാൻ പോയിട്ട് അതിൻ്റെ മേളിൽ നിന്ന് മറിഞ്ഞടിച്ച് വീണ ഒരു സമയം നമ്മൾ ഭയങ്കരമായിട്ട് പേടിച്ചിരുന്നു. കാരണം ജസ്റ്റ് ഒരു വലിയൊരു അപകടത്തിൽ നമ്മൾ എസ്കേപ്പ് ആയിരുന്നു അല്ലേ, ജസ്റ്റ് മിസ്സായിരുന്നു. പിന്നെ അവർ ചോദിച്ചിട്ടുണ്ട്, നമ്മൾ ഈ യാത്ര കഴിഞ്ഞ് മീറ്റപ്പ് പ്ലാൻ ചെയ്തിട്ടുണ്ടല്ലോ, ആ മീറ്റപ്പിൻ്റെ സമയത്ത് ഈ യാത്രയിൽ മീറ്റ് ചെയ്ത ആരെങ്കിലും ഉൾപ്പെടുത്താൻ പ്ലാൻ ചെയ്യുന്നുണ്ടോ എന്ന് ഞാൻ ചോദിക്കുന്നുണ്ട്. നോക്കാം, അങ്ങനെ ആരെങ്കിലും അവൈലബിൾ ആണെന്നുണ്ടെങ്കിൽ അവർക്ക് വരാൻ സാധിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും പ്ലാൻ ചെയ്യാവുന്നതേ ഉള്ളൂ. എന്തായാലും ഈ യാത്ര കഴിഞ്ഞിട്ട് നമ്മൾ എറണാകുളത്ത് എവിടെയെങ്കിലും വെച്ചിട്ട് നമ്മളൊരു ഫാമിലി മീറ്റപ്പ് നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. നിങ്ങൾ എല്ലാവരും വരണം, ഫാമിലി ആയിട്ട് തന്നെ വരണം, നമുക്ക് എല്ലാവർക്കും കാണണം അല്ലേ? അത് യാത്ര കഴിഞ്ഞ ഒരു ദിവസം നമ്മൾ എന്തായാലും അത് പ്ലാൻ ചെയ്തും നമ്മളത് കണ്ടിപ്പാ ചെയ്യുന്നതായിരിക്കും. ട്രിപ്പ് പോകേണ്ടി വന്നാലോ ചെയ്യാട്ടോ, എന്തായാലും ചെയ്യാം. നമ്മള് ഈ ട്രിപ്പ് കഴിയുമ്പോൾ എല്ലാവരും മീറ്റ് ചെയ്യുമ്പോൾ ആ ഒരു ആകാംക്ഷ വേറെ ലെവലായിരിക്കും. ശരിയാട്ടോ, സന്തോഷമായിരിക്കും എന്തായാലും പറഞ്ഞാലും. അപ്പോൾ അത് നമ്മൾ ചെയ്യുന്നുണ്ട്. പിന്നെ ചോദിച്ചിരിക്കുന്നു, നിങ്ങൾ ഈ യാത്രയിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട താമസിച്ച സ്ഥലം ഏതാണെന്ന് ചോദിക്കുന്നു. അത് നമ്മുടെ ശ്രീനഗറിലെ ആപ്പിൾ തോട്ടം തന്നെയാണ്. സത്യം, ഋഷി ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്തത് ഒരു കുറച്ച് നിമിഷങ്ങൾ അതാണ് അല്ലേ? ഋഷി മാത്രമല്ല, നമ്മളെല്ലാവരും. ഋഷി ആപ്പിൾ എന്താണെന്നും പിന്നെ അത് കണ്ടിട്ട് പിന്നെ മരങ്ങൾ കാണുമ്പോഴെല്ലാം അതെല്ലാം മമ്മം എന്ന് പറഞ്ഞുണ്ടാക്കുമായിരുന്നു. ആപ്പിൾ എന്താണെന്ന് അവൻ പഠിച്ചതും ആപ്പിൾ കഴിച്ചു തുടങ്ങിയതും ആപ്പിൾ ഇഷ്ടപ്പെട്ടതും ഒക്കെ അവിടെ വെച്ചാൽ. ഈ ട്രിപ്പ് തന്നെയാണ് നമുക്ക് കുറെ മൈൽസ്റ്റോൺസ് അവൻ അച്ചീവ് ചെയ്തത്. അതെ, ഋഷി ആദ്യമായിട്ട് നടന്നു തുടങ്ങിയത്, എന്റെ അമ്മാന്ന് വിളിച്ചു തുടങ്ങിയത്. അതെ, സത്യം പറയല്ലോ. അതെ, അമ്മാന്ന് വിളിച്ചു തുടങ്ങി, അപ്പപ്പാന്ന് വിളിച്ചു തുടങ്ങി, അപ്പാന്ന് വിളിച്ചു തുടങ്ങി, സംസാരിച്ചു തുടങ്ങി, നടന്നു തുടങ്ങി, ഓടി തുടങ്ങി. ഓരോ മൈൽ സ്റ്റോൺസ്, അവന്റെ വളർച്ചയിലെ ഓരോ മൈൽ സ്റ്റോൺസ് ഞങ്ങൾ കണ്ടതെല്ലാം ഈ യാത്രയിലാണ്. അതാണ് ഞങ്ങൾക്ക് ഈ യാത്ര സമ്മാനിച്ചിരിക്കുന്ന ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത്. പിന്നെ അടുത്ത ചോദ്യം എന്ന് പറയുന്നത്, INB ട്രിപ്പിൽ നിന്ന് എന്തെങ്കിലും ലാഭം ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളതാണ്.
INB ട്രിപ്പിൽ നിന്ന് ലാഭം ഉണ്ടായിട്ടുണ്ട്. തീർച്ചയായും ലാഭമില്ലാതെ നമ്മളൊരു ബിസിനസ് ചെയ്യില്ലല്ലോ. ഇതൊരു ബിസിനസ് തന്നെയാണ് നമ്മൾ ചെയ്യുന്നത് എന്നൊക്കെ പറഞ്ഞാലും നമ്മുടെ പ്രൊഫഷനാണ് അല്ലേ, നമ്മളെ പ്രൊഫഷനാണ് നമ്മൾ ചെയ്യുന്നത്, അത് ചെയ്യുന്നു. പിന്നെ അടുത്ത പ്ലാൻ എന്താണെന്ന് ചോദിക്കുന്നു. അടുത്ത പ്ലാൻ എന്ന് പറയുന്നത് എന്തായാലും ഇൻ്റർനാഷണൽ ട്രിപ്സ് തന്നെയാണ്. അത് മെജോറിറ്റി സോളോ ട്രിപ്പുകൾ തന്നെ ആയിരിക്കും. അത് പല രാജ്യങ്ങളിലേക്കുള്ള സോളോ ട്രിപ്പുകൾ തന്നെയാണ് നമ്മൾ പ്ലാൻ ചെയ്യുന്നത്. ഇടയ്ക്ക് ഫാമിലി ആയിട്ടും ചിലപ്പോൾ ട്രിപ്പ് പോകും, ഇടയ്ക്ക് അബിയായിട്ട് ചിലപ്പോൾ പോകും. കൂടുതലും സോളോ ട്രിപ്പാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. എന്തായാലും ഇൻ്റർനാഷണൽ ട്രിപ്പാണ്. 2023 ഡിസംബർ ആകുമ്പോഴത്തേക്കിനും 50 രാജ്യങ്ങൾ പൂർത്തിയാക്കുക എന്നുള്ള ആ ഒരു മൈൽ സ്റ്റോൺ ഈ വർഷം എന്തായാലും ഞാൻ അച്ചീവ് ചെയ്യും. അതാണ് എൻ്റെ ന്യൂ ഇയർ റെസൊല്യൂഷൻ. അടുത്ത ചോദ്യം വളരെ ഇൻട്രസ്റ്റിംഗ് ചോദ്യമാണ്, എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടൊരു ചോദ്യമാണ്. ഈ യാത്രയിൽ നിങ്ങൾക്ക് റീച്ച് കിട്ടുമായിരുന്നു, അതായത് നിങ്ങൾക്ക് ഈ യാത്രക്കിടയിൽ ഉണ്ടായിരുന്നൊരു സംഭവം, ആ സംഭവം വീഡിയോ ചെയ്തിട്ടിരുന്നെങ്കിൽ നിങ്ങൾക്ക് അടിപൊളി ഒരു റീച്ച് കിട്ടുമായിരുന്നു, എന്നിട്ടും നിങ്ങളത് ചെയ്തില്ല. അങ്ങനത്തെ എന്തെങ്കിലും ഇൻസിഡന്റ് ഉണ്ടോ എന്നുള്ളതാണ്. അങ്ങനത്തെ ഇൻസിഡന്റ് ഇഷ്ടംപോലെ ഉണ്ട്. നമ്മളത് പലതും നമ്മളങ്ങനെ ചെയ്തിട്ടില്ല. അങ്ങനെ ചെയ്യാൻ പോയിരുന്നെങ്കിൽ ഭയങ്കര റീച്ച് കിട്ടേണ്ട സംഭവവികാസങ്ങളും നമ്മുടെ യാത്രക്കിടയിൽ ഇഷ്ടംപോലെ ഉണ്ടായിട്ടുണ്ട്. അതിൽ പല കാര്യങ്ങളും നമ്മൾ നമ്മുടെ യാത്രയുടെ പുസ്തകം റിലീസ് ചെയ്യുന്ന സമയത്ത് ആ പുസ്തകങ്ങളിൽ നമ്മൾ എഴുതുന്നതായിരിക്കും. ചില സംഭവങ്ങൾ നമുക്ക് വീഡിയോയിൽ കാണിക്കാൻ താല്പര്യം ഉണ്ടാവില്ല. റീച്ചിന് വേണ്ടിയായിരുന്നെങ്കിൽ നമുക്ക് കുറേ കാര്യങ്ങൾ ചെയ്യാമായിരുന്നു. നമ്മൾ പരമാവധി നമ്മളങ്ങനെ നമ്മൾ നെഗറ്റീവായിട്ട് തംബ്നെയിൽസ് കൊടുക്കുന്നുണ്ടെങ്കിലും വല്ലപ്പോഴും കൊടുക്കുന്നുണ്ടെങ്കിൽ പോലും അത് എന്തെങ്കിലും വീഡിയോയിൽ അതിനെപ്പറ്റി ഉണ്ടെങ്കിൽ തന്നെ അങ്ങനെ കൊടുക്കുകയുള്ളൂ. ഇപ്പോൾ വേറൊരു സംഭവം എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ നമ്മളിപ്പോൾ നേപ്പാളിൽ വന്നിട്ട് കാഠ്മണ്ഡുവിലെ ക്ഷേത്രങ്ങൾ അല്ലെങ്കിൽ പശുപതിനാഥ ക്ഷേത്രം, സ്വയംഭൂനാഥ ക്ഷേത്രം എന്നൊക്കെ പറഞ്ഞ് ടൈറ്റിൽ കൊടുത്ത് വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ ആർക്കും കാണാൻ താല്പര്യം ഉണ്ടാവില്ല. നേരെ മറിച്ച് വേറെ എന്തെങ്കിലും നമ്മൾ ടാക്സി അപകടത്തിൽപ്പെട്ടു അങ്ങനെ എന്തെങ്കിലും ആ വീഡിയോയിൽ തന്നെ എന്തെങ്കിലും ഒരു ഇൻസിഡൻറ്റ് ഹൈലൈറ്റ് ചെയ്തൊരു തംബ്നെയിൽ കൊടുത്തു കഴിഞ്ഞാൽ ധാരാളം ആളുകൾ ആ വീഡിയോ കണ്ടെന്നിരിക്കും. അപ്പോൾ അതുകൊണ്ടാണ് എല്ലാ വ്ളോഗേഴ്സും അങ്ങനെ അത്തരത്തിൽ കൊടുക്കുന്നത്. ഇനി വീഡിയോയിൽ അങ്ങനെ ഒരു കണ്ടന്റ് ഉണ്ടെങ്കിൽ അങ്ങനെ കൊടുക്കുന്നതിൽ തെറ്റില്ല. ഇനി അങ്ങനെ ഒരു കണ്ടന്റ് ഇല്ലാത്ത വീഡിയോയിൽ തെറ്റായിട്ടുള്ള റോങ് ക്യാപ്ഷൻസ് കൊടുക്കുന്നത് എന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റാത്തൊരു കാര്യമാണ്. സോ ഞാനത് ചെയ്യാറുമില്ല. പക്ഷേ എന്നിരുന്നാലും കുറേ സംഭവങ്ങൾ നമുക്ക് ചെയ്യാവുന്നതുണ്ടായിരുന്നു. പക്ഷേ അങ്ങനെ നമ്മൾ ചെയ്യാത്തതായിട്ട് ഇഷ്ടം പോലെ ഉണ്ട്. നമ്മൾ വീഡിയോയിൽ പറയാത്ത കാര്യങ്ങൾ ഇഷ്ടംപോലെ ഉണ്ടായിട്ടുണ്ട്, വീഡിയോയിൽ കാണിക്കാത്ത കാര്യങ്ങൾ ഇഷ്ടംപോലെ ഉണ്ടായിട്ടുണ്ട്, കാണിച്ചതുകൊണ്ട് കാണിക്കാത്തതുകൊണ്ട് അങ്ങനെ കുറേ ഇൻസിഡൻസ് ഉണ്ട്. കുറേയൊക്കെ നമ്മൾ പുസ്തകത്തിൽ നമ്മൾ എഴുതുന്നതായിരിക്കും. അപ്പം സ്റ്റേ ട്യൂൺഡ് ഫോർ ദാറ്റ് പുസ്തകം. പിന്നെ ഒരു കാര്യം പറഞ്ഞോട്ടെ, നമ്മുടെ INB ട്രിപ്പ് സീസൺ 2 പുസ്തകം നമ്മൾ അധികം വൈകാതെ തന്നെ നമ്മൾ റിലീസ് ചെയ്യുന്നതായിരിക്കും. അതിൻ്റെ പണിപ്പുരയിലും കൂടിയാണ്. അപ്പോൾ അതിന് നല്ലൊരു പേര് നിങ്ങൾ ആരെങ്കിലും സജസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ഏറ്റവും നല്ലതായിരിക്കും. ഒന്ന് കമൻറ്റ് ചെയ്യുക, നല്ലൊരു പേര്, ആ പുസ്തകത്തിന് പറ്റിയൊരു പേരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. നമ്മുടെ പുസ്തകത്തിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ് വേറൊരു കാര്യം ഓർമ്മ വന്നത്. നമ്മുടെ കുക്ക് ഓഫ് ഫാമിലി ഇപ്പോൾ ന്യൂ ഇയർ സ്പെഷ്യൽ ഒരു സെയിൽ നടക്കുന്നുണ്ട്. ഇന്ന് രാത്രി വരെ ഉള്ളൂ. NY60 എന്ന് പറഞ്ഞൊരു കൂപ്പൺ കോഡ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കേവലം 39 രൂപയ്ക്ക് മന്ത്ലി സബ്സ്ക്രിപ്ഷൻ കിട്ടുന്നതായിരിക്കും. ഇനി അതല്ല, നാളെ മുതലാണ് നിങ്ങൾക്ക് വേണ്ടതെന്നുണ്ടെങ്കിൽ നമ്മുടെ TT200 എന്ന് പറഞ്ഞ റെഗുലർ കൂപ്പൺ കോഡ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആനുവൽ സബ്സ്ക്രിപ്ഷനിൽ നിങ്ങൾക്ക് ഒരു 50% ഡിസ്കൗണ്ട് കിട്ടുന്നതായിരിക്കും. 10,000-ലധികം ഓഡിയോ ബുക്കുകൾ അല്ലെങ്കിൽ ഓഡിയോ സന്ദേശങ്ങളും ബാക്കിയുള്ള പല കാറ്റഗറിയിലുള്ള പല സംഭവങ്ങൾ അടിപൊളി മലയാളം ഭാഷയിലും പല ഭാഷകളിലും നിങ്ങൾക്ക് കേൾക്കാനായിട്ട് കുക്ക് ഓഫ് എന്ന് പറഞ്ഞ ആപ്പ് ഉപയോഗിക്കാം. വളരെ ഇൻഫോർമേറ്റീവായിട്ടുള്ള രസകരമായിട്ടുള്ള ഓഡിയോ സമ്മറീസ് നമുക്ക് കുക്ക് ഓഫ് ആപ്പിൽ അവൈലബിൾ ആണ്. നമ്മുടെ യാത്രക്കിടയിൽ നമ്മൾ ഏറ്റവും കൂടുതൽ കേട്ടുകൊണ്ടിരുന്നതും കുക്ക് ഓഫ് ആണ്. നമ്മൾ പാട്ട് കേൾക്കലൊക്കെ വളരെ കുറവാണ്. ഫയർഫോക്സിനകത്ത് ആൻഡ്രോയിഡ് ഡിവൈസ് ആണ്, നമ്മൾ കുക്ക് ഓഫ് ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. അത് വെച്ചിട്ട് നമ്മൾ യാത്രക്കിടയിൽ നമ്മളിങ്ങനെ ഓരോ പുസ്തകങ്ങളും മറ്റുമൊക്കെ കേൾക്കുമായിരുന്നു. അത് നമുക്ക് ധാരാളം അറിവുകൾ നമുക്ക് സമ്മാനിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഫ്രീ സമയങ്ങളിലും അതേപോലെ തന്നെ നമുക്ക് യാത്രകളിലുമൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയ ഒരു മനോഹരമായിട്ടുള്ളൊരു ആപ്ലിക്കേഷനാണ് കുക്ക് ഓഫ്. സോ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. വേറെ കുറേ ആൾക്കാർ ചോദിച്ചിരിക്കുന്ന ചോദ്യമാണ്, അബിക്ക് എന്തുകൊണ്ടാണ് ട്രെയിനിനോട് ഇത്ര ഇഷ്ടം, അതുകൊണ്ട് എന്തുകൊണ്ടാണ് എപ്പോഴും ഫോട്ടോ എടുക്കുന്നത്, വീഡിയോ എടുക്കുന്നത്, ട്രെയിനിൻ്റെ പുറകെ പോകുന്നത്, എന്താണ് എന്ന് ചോദിക്കുന്നുണ്ട്. ഈ ചോദ്യം മിസ് ചെയ്തതെന്നും പറയുന്നുണ്ട്. സോ വാട്ട്സ് യുവർ ആൻസർ ഫോർ ദിസ്? പലർക്കും പല ഇഷ്ടങ്ങളുണ്ട്. ഇപ്പോൾ ചേട്ടന് ബസ് ഇഷ്ടമാണ് പണ്ട് പോലെ, ചിലർക്ക് ബൈക്ക് ഇഷ്ടമായിരിക്കും, ചിലർക്ക് കാറുകൾ ഇഷ്ടമായിരിക്കും. അതുപോലെ തന്നെ എനിക്ക് ട്രെയിൻ ഇഷ്ടം, പണ്ട് തൊട്ടേ ട്രെയിൻ ഇഷ്ടമാണ്. വൈ? എന്താന്ന് വെച്ചാൽ ഇഷ്ടമാണ്. നീ എന്തിനാ ട്രെയിനിന്റെ ഫോട്ടോ എടുക്കുന്നേ? അത് ഓരോരുത്തരുടെ ഒരു ഹോബി അല്ലേ, ഒരു ഹരം. ചേട്ടൻ പണ്ട് ബസ്സിന് ഫോട്ടോ എടുക്കുമായിരുന്നു. ഞാൻ കണ്ടിട്ടുണ്ട് ബസ്സിന്റെ വീലിന്റെ വരെ ഫോട്ടോ എടുത്ത് വെച്ചിട്ടുണ്ട്, കമ്പ്യൂട്ടറിലുണ്ടായിരുന്നു. അതുപോലെ എനിക്ക് ട്രെയിനിൽ ഫോട്ടോ എടുക്കാൻ ഇഷ്ടമാണ്. ഈ എടുക്കുന്ന ഫോട്ടോസ് ഒക്കെ എവിടെ ഉണ്ട്? ഞാൻ ഫേസ്ബുക്കിലിടും, ഇൻസ്റ്റാഗ്രാമിലിടും. ഇൻസ്റ്റാഗ്രാം നോക്കിയാൽ എല്ലാവരും അബി ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്യൂ. എടുക്കുന്ന നല്ല ഫോട്ടോസ് ഒക്കെ ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ. യെസ്.
10,000 കിലോമീറ്ററിന് ശേഷം ഏതാണ് ബെറ്റർ, ഫോർച്യൂണർ ആണോ എൻഡവർ ആണോ എന്ന് ചോദിക്കുന്നുണ്ട്. എൻഡവറും ഫോർച്യൂണറും ഹാരിയർ നമ്മൾ ഓടിച്ചിട്ടുണ്ട്. എൻഡവറും കൊണ്ട് ട്രിപ്പ് പോയിട്ടുണ്ട്, ഫോർച്യൂണർ കൊണ്ട് ട്രിപ്പ് പോയിട്ടുണ്ട്. എൻഡവർ ഈസ് എ പ്രൂവൺ വെഹിക്കിൾ, ഫോർച്യൂണർ ഈസ് എ പ്രൂവൺ വെഹിക്കിൾ. രണ്ടും പ്രൂവൺ വെഹിക്കിൾസ് ആണ്. എൻഡവറിൻ്റെ ആയിട്ടുള്ള പോസിറ്റീവും നെഗറ്റീവും ഉണ്ട്, ഫോർച്യൂണറിൻ്റെ ആയിട്ടുള്ള പോസിറ്റീവ് നെഗറ്റീവ് ഉണ്ട്. ഇപ്പോൾ നമുക്ക് എൻഡവർ സ്റ്റോപ്പ് ചെയ്തുകൊണ്ട് നമുക്ക് ഫോർച്യൂണർ മാത്രമേ നമുക്ക് ഓപ്ഷൻ ഉള്ളൂ. എൻഡവറിൻ്റെ സൺറൂഫ് ഉണ്ടായിരുന്നു, ഫോർച്യൂണറിൻ്റെ സൺറൂഫ് ഇല്ല. പിന്നെ എൻഡവറിന് 2 ലിറ്റർ എഞ്ചിനുണ്ട്, കുറച്ചും കൂടെ എഫിഷ്യൻസി മൈലേജ് കിട്ടും എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ അതിന് ഞങ്ങൾ ഓടിച്ച സമയത്തൊക്കെ 9-10 കിട്ടിക്കൊണ്ടിരുന്നത്. ഫോർച്യൂണർ നമുക്ക് 2.8 ആണെന്നുണ്ടെങ്കിലും നമുക്ക് സെയിം എൻഡവറിന് കിട്ടിക്കൊണ്ടിരുന്ന സെയിം മൈലേജും കാര്യങ്ങളൊക്കെ ഇപ്പോൾ നമുക്ക് കിട്ടുന്നുണ്ട്. ഓടിക്കേണ്ട രീതിയിൽ ഓടിച്ചു കഴിഞ്ഞാൽ 8 അല്ല 10 പാടുന്നൊക്കെ മൈലേജ് കിട്ടും എന്നുള്ളത് നമുക്ക് മനസ്സിലായി. അത് ഏത് വണ്ടിയാണെങ്കിലും ഓടിക്കേണ്ട പോലെ ഓടിച്ചു കഴിഞ്ഞാൽ നമുക്ക് മൈലേജ് കിട്ടും. പിന്നെ ഹാരിയർ വേഴ്സസ് ഫോർച്യൂണർ എങ്ങനെയുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനുത്തരം അഭി പറയുന്നതായിരിക്കും. യെസ് ഭക്ഷണം കഴിച്ചതിന്റെ ബില്ലും കൊണ്ട് വന്നതാണ്. ബില്ല് പൈസ കൊടുക്കുക. ഹാരിയർ വേഴ്സസ് ഫോർച്യൂണർ എങ്ങനെയാണ്? രണ്ടും കമ്പയർ ചെയ്യാൻ പറ്റത്തില്ല. ഫോർച്യൂണറിനെ പ്രത്യേകിച്ച് ഒന്നും കമ്പയർ ചെയ്യാൻ പറ്റത്തില്ല. ഫോർച്യൂണർ വേറെ ആളാണ്. ഹാരിയർ എന്ന് പറയുമ്പോൾ ഓടിക്കാൻ സുഖം ഉണ്ടാവും, വളവൊക്കെ നല്ല വീശി എടുക്കാൻ നമുക്കൊരു കോൺഫിഡൻസ് ഓടിക്കാൻ പറ്റും. ഫോർച്യൂണർ അങ്ങനെയല്ല, പാഡ് റോഡിൽ അടിപൊളിയായിട്ട് ഓടിക്കാൻ പറ്റും. അതാണ് ഒരു വേറൊരു കാര്യം എന്ന് പറയുന്നത്. ഫോർച്യൂണർ നല്ല റോഡിൽ ഒരു 120 ഒക്കെ കഴിയുമ്പോഴത്തേക്കും നമുക്കൊരു നല്ല റോഡിൽ പറപ്പിക്കാൻ ഹാരിയറിനെ പറ്റത്തുള്ളൂ, ഫോർച്യൂണർ പറ്റത്തില്ല. അതെ, അതാണ് നമുക്ക് ഫീൽ ചെയ്തൊരു സംഭവം അല്ലേ. പക്ഷെ അടിപൊളിയാണ്, സേഫ് ആണ്. നമുക്ക് യാതൊരുവിധ ബുദ്ധിമുട്ടും തോന്നിയിട്ടില്ല ഫോർച്യൂണർ എടുത്തതിന് ശേഷം. പിന്നെ ഇടയ്ക്കിടയ്ക്ക് സർവീസ് സെന്ററിൽ കൊണ്ടുപോകേണ്ട ആവശ്യം വന്നിട്ടില്ല, ഹാരിയർ കൊണ്ടുപോകുന്ന പോലെ. അത്രയധികം സർവീസ് കോസ്റ്റും ഇല്ല, അത്യാവശ്യം നല്ല രീതിയിൽ പൊളിച്ചെടുത്ത് ഓടിക്കുകയും ചെയ്യാം. അതാണ് നമുക്ക് ഫോർച്യൂണറും ഹാരിയറും തമ്മിൽ നമ്മൾ കണ്ട വ്യത്യാസം. നമ്മുടെ വീഡിയോ കാണുന്ന ശ്രീരഞ്ജനി ചേച്ചി ചോദിച്ചിരിക്കുകയാണ്, ഈ പ്രായത്തിൽ ഇതുപോലൊരു കുഞ്ഞിനെയായിട്ട് യാത്ര ചെയ്യുമ്പോഴത്തേക്കിനും എന്താണ് അതിനകത്ത് ഏറ്റവും വലിയൊരു വെല്ലുവിളി, എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, ഇതൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്. നിൽക്കൂല, അറിയിപ്പോവും. എങ്ങനെയാണ് നിങ്ങളത് മാനേജ് ചെയ്യുന്നതെന്ന് ചോദിക്കുന്നു. ശരിക്കും കുഞ്ഞുങ്ങളായിട്ട് യാത്ര ചെയ്യുമ്പോഴത്തേക്കിനും ആദ്യം നമ്മുടെ കൺസേൺ എന്ന് പറയുന്നത് അവരുടെ ഹെൽത്താണ്. ശരിക്കും ഞങ്ങൾ ഈ യാത്ര തുടങ്ങിയ സമയത്ത് ഫസ്റ്റ് നമ്മൾ പൂനിൽ എത്തിയ സമയത്ത് നമ്മൾ ശരിക്കും സ്ട്രഗിൾ ചെയ്തിരുന്നു. ഞങ്ങൾക്ക് എല്ലാവർക്കും ഹെൽത്ത് ഇഷ്യൂ ഉണ്ടായിരുന്നു. അതിനുശേഷം എനിക്ക് തോന്നുന്നത് അത്യാവശ്യം എല്ലാവരും നമ്മുടെ രാജ്യത്തിന്റെ ഇമ്മ്യൂണിറ്റി നമുക്ക് കിട്ടി അല്ലേ, ആ ഒരു സംഭവം അത് നമുക്ക് കിട്ടി. പിന്നീട് കൃഷിക്കായിരിക്കണം നമുക്ക് പിന്നീട് അങ്ങനെ വലിയ ഹെൽത്ത് ഇഷ്യൂസും കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. നമ്മൾ ശ്രദ്ധിച്ചു പോയി കഴിഞ്ഞാൽ നമുക്ക് എവിടെ വേണേൽ പോകാം. ഇപ്പോൾ 1 വയസ്സായിട്ടുള്ള കുട്ടിയായിട്ട് 1 വയസ്സ് താഴെയുള്ള കൈക്കുഞ്ഞുമായിട്ട് എത്ര ആൾക്കാർ എവിടെയൊക്കെ യാത്ര ചെയ്യുന്നു അല്ലേ. നമ്മൾ തെരുവിൽ നോക്കിക്കഴിഞ്ഞാൽ നീ അവൻ്റെ അടുത്ത് പോയെടുത്ത് അവനെ പോയെടുത്ത്, ഇതാണ് പ്രശ്നം. നമ്മൾ തെരുവിൽ നോക്കിക്കഴിഞ്ഞാൽ 1 വയസ്സിൽ താഴെയുള്ള കൈക്കുഞ്ഞുമായിട്ട് നടക്കുന്ന എത്ര ആൾക്കാരെ കാണാൻ സാധിക്കും. സോ നമ്മൾ നമ്മുടെ പിള്ളേരെ എങ്ങനെയാണോ വളർത്തുന്നത് അതേപോലെ ഇരിക്കും ബാക്കി കാര്യങ്ങൾ എന്നാണ് എനിക്ക് തോന്നുന്നത്. കൂട്ടിലിട്ട് വീടിനകത്ത് കെട്ടിയിട്ട് വളർന്നു കഴിഞ്ഞാൽ അവർക്ക് എപ്പോൾ നോക്കിയാൽ അസുഖങ്ങൾ മാത്രമായിരിക്കും എന്നാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട്. ദൈവം സഹായിച്ച് അങ്ങനെയൊന്നും ഉണ്ടാവാതിരിക്കട്ടെ ആർക്കും എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മൾ പുറത്തിറങ്ങി യാത്രകൾ പോവുക, പല രീതിയിൽ യാത്രകൾ ചെയ്യുക, പല സ്ഥലത്ത് പോവുക. ആദ്യം കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകുന്നുണ്ടെങ്കിൽ പിന്നീട് നമ്മൾ യൂസ്ഡ് ആവും എന്നാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളൊരു കാര്യം. ശരിയല്ലേ ശ്വേത? അതെ, അവരുടെ പാട്ടിന് വിട്ടാൽ അവർ ഒരു കുഴപ്പമില്ല, അവർ ഫ്രീ ആയിട്ട് അവർക്ക് ഇഷ്ടമുള്ളത് ചെയ്യാൻ സമ്മതിക്കണം. എന്നാൽ നമുക്കൊരു കൺട്രോൾ വേണം. അതെ. പിന്നെ അധികം നമ്മൾ അവരെ പ്രഷറൈസ് ചെയ്താൽ അവർക്കും ഇഷ്ടപ്പെടത്തില്ല. സ്പെഷ്യലി ഋഷിയുടെ കാര്യത്തിൽ എനിക്ക് മനസ്സിലായത് അതാ. അവന് അധികം പിടിച്ചിരുത്തുക, കുറെ നേരം ഇരുത്തി കഴിഞ്ഞാൽ കുറച്ചു നേരം അവന് കളിക്കണം, അവന് വിട്ടാൽ അവന് കുഴപ്പമൊന്നുമില്ല. പല ആൾക്കാരും പറയുന്നുണ്ട് ഭക്ഷണം കൊടുക്കാതെ. പല ആൾക്കാരും പറഞ്ഞൊരു കാര്യമാണ് കറക്റ്റ് സമയത്ത് കുട്ടികൾ ഉറങ്ങണം, കുട്ടികൾ ഭക്ഷണം കഴിക്കണമെന്ന്. ഈ ഒരു യാത്രയിൽ അവൻ കറക്റ്റ് സമയത്ത് അവൻ ഉറക്കം വരുമ്പോൾ അവൻ ഉറങ്ങും, അവന് ഭക്ഷണം കഴിക്കേണ്ട സമയത്ത് അവൻ ചോദിച്ച് വാങ്ങിച്ച് കഴിക്കും. ഇപ്പൊ തന്നെ അവനിപ്പം വയറ് നിറച്ച് ഫുഡ് കഴിച്ചിട്ട് നിൽക്കുകയാണ്. ഇനിയിപ്പോൾ അവൻ ഉറക്കം വരുന്നുണ്ട്. അവൻ ഉറങ്ങാൻ സാഹചര്യം കിട്ടില്ലെങ്കിൽ അവൻ നമ്മുടെ അടുത്ത് കയറി നമ്മളുടെ കയ്യിൽ വന്നിരുന്ന് അവൻ ഉറങ്ങും. അപ്പൊ അവന്റെ കാര്യങ്ങൾ അവൻ കൃത്യമായിട്ട് നോക്കി ചെയ്യുന്നുണ്ട്. നമ്മൾ നമ്മുടെ കാര്യങ്ങൾ അവനെ കൃത്യമായിട്ട് നോക്കി ചെയ്യുകയും വേണം. എന്തായാലും യാത്ര ചെയ്യുന്നത് കുട്ടികളായിട്ട് യാത്ര ചെയ്യുന്നുണ്ട്, ഒരു പ്രശ്നങ്ങളുമില്ല. സേഫായിട്ട് നിങ്ങൾക്ക് യാത്ര ചെയ്യാവുന്നേ ഉള്ളൂ. അത് ഏത് മാർഗത്തിൽ കൂടെ യാത്ര ചെയ്യുകയാണെങ്കിലും പറ്റും അല്ലേ. പിന്നെ ഫാമിലി ആയിട്ട് ട്രാവൽ ചെയ്യുമ്പോൾ പിള്ളേരുമായിട്ട് ട്രാവൽ ചെയ്യുന്ന രസം. അതെ, ഇപ്പോഴല്ലേ പറ്റുള്ളൂ. നാളെ അവര് വളർന്ന് വലുതായി സ്കൂളിൽ പോകുന്ന പ്രായമായി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പോകാൻ പറ്റുമോ? പിന്നെ പോടാ, രാവിലെ സ്കൂളിൽ പോടാ പഠിക്കണമെന്നും പറഞ്ഞുകൊണ്ട് അതിന്റെ പറയായിരിക്കും. പിന്നെ നടക്കൂല. ഇപ്പോഴേ നടക്കുള്ളൂ. കിട്ടുമ്പോഴേ നമുക്ക് പോകാൻ കിട്ടിയെങ്കിൽ കിട്ടി, ഇല്ലെങ്കിൽ ഇല്ല. അത്രേ ഉള്ളൂ. ഇപ്പോഴേ നടക്കുള്ളൂ. മറ്റൊരു രസകരമായ ചോദ്യം, അതായത് കേരളത്തിന് പുറത്ത് നമ്മൾ ഏതെങ്കിലും സംസ്ഥാനത്തിൽ കണ്ടൊരു കാര്യം അത് കേരളത്തിലും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ നല്ലതായിരുന്നു എന്ന് നിങ്ങൾക്ക് തോന്നിയ ഒരു സംഭവത്തെ പറ്റി പറയാമോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. എനിക്ക് തോന്നിയൊരു സംഭവം, നല്ലൊരു ഫുഡ് സ്ട്രീറ്റ് നമുക്ക് കേരളത്തിൽ എവിടെ ഉണ്ടായിട്ട് എൻ്റെ അറിവിലില്ല. നല്ലൊരു ഫുഡ് സ്ട്രീറ്റ്, നല്ലൊരു നൈറ്റ്, രാത്രിയിൽ നമുക്ക് നൈറ്റ് ലൈഫ്, നല്ലൊരു നൈറ്റ് ലൈഫ്. നമ്മൾ നോർത്ത് ഈസ്റ്റ് പോയപ്പോൾ പോലും നമ്മൾ കണ്ടാണ് നൈറ്റ് ലൈഫ്.
നല്ല ഫുഡ് സ്ട്രീറ്റ് എന്തോരം സംസ്ഥാനങ്ങളിൽ എവിടൊക്കെയുണ്ട് ഇല്ലേ? നമ്മുടെ നാട്ടിൽ ഫുഡ് സ്ട്രീറ്റ് ചെയ്യാൻ പറ്റിയ എന്തോരം സ്ഥലങ്ങളുണ്ട്. നമ്മളെന്താ അത് ചെയ്യാത്ത? അതേപോലെ പിന്നെ മാനവും മര്യാദയ്ക്ക് വൃത്തിയായിട്ട് മദ്യം വിൽക്കുന്ന സ്ഥാപനങ്ങൾ. നമ്മുടെ ബിവറേജസ് കോർപ്പറേഷൻ്റെ സൂപ്പർ മാർക്കറ്റുകൾ വളരെ കുറച്ചുണ്ട്. അത് മാറ്റി നിർത്തി കഴിഞ്ഞാൽ ഇത്ര മോശമായിട്ട് മദ്യം വിൽക്കുന്ന ഒരു സംസ്ഥാനം വേറെ ഉണ്ടാവില്ല. ക്യൂ നിന്ന് ഒരു മദ്യം വാങ്ങണമെങ്കിൽ ഒരാൾ പോയി ക്യൂ നിന്ന് നാശവിട ഭയങ്കര മോശം രീതിയിലാണ് ഇത്രയും ടാക്സ് വാങ്ങിക്കുന്ന സാധനം വിൽക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളും കൂടെ നമ്മുടെ നാട്ടിൽ വന്നു കഴിഞ്ഞാൽ നമ്മുടെ നാട് അടിപൊളിയാണ്. അല്ലേ തന്നെ നമ്മുടെ നാട് അടിപൊളിയാണ്, ജീവിക്കാൻ ഏറ്റവും നല്ല നമ്മുടെ നാട് തന്നെയാണ്. പക്ഷേ ഇതുപോലുള്ള ചെറിയ ചെറിയ കുറച്ച് സംഭവങ്ങൾ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ നമ്മുടെ ജീവിതം കുറച്ചും കൂടെ സന്തോഷകരമാക്കായിരുന്നു. നമ്മുടെ നാട്ടിലെ എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ നേരത്തെ ഞാൻ പറഞ്ഞല്ലോ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചപ്പോൾ ബാത്റൂമിൻ്റെ കാര്യം. അപ്പോൾ ബാത്റൂമിൻ്റെ കാര്യം എല്ലാവർക്കും അറിയാം. പിന്നെ പീരിയഡ്സിൻ്റെ സമയത്ത് എല്ലാം ഇങ്ങനെ ഹൈജീൻ ചെയ്യണമെന്ന് വെച്ചാൽ മോസ്റ്റ്ലി എനിക്ക് പീരിയഡ്സ് ആയ സമയത്ത് നമ്മൾ ഫുൾ ഡേ ട്രാവലിംഗ് ആയിരിക്കും. അപ്പോൾ ട്രാവലിംഗ് ആകുമ്പോൾ നമ്മൾ കഴിക്കാൻ നിർത്തുമ്പോൾ പോവും, ഇടയ്ക്ക് എവിടെയെങ്കിലും വെച്ച് നല്ല ബാത്റൂം കിട്ടുവാണെങ്കിൽ അവിടെ കയറി പോവും. അങ്ങനെയാണ് ഞാൻ സാധാരണ ചെയ്യാറ്. പിന്നെ നമ്മളെങ്ങനെ നമ്മളെ തന്നെ സൂക്ഷിക്കണമെന്ന് വെച്ചാൽ നമ്മളെപ്പോഴും ഹൈജീനായിട്ട് നമ്മൾ തന്നെ നോക്കിയാൽ മതി. അല്ലാതെ വേറെ ഒന്നും ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. പിന്നെ വയറുവേദന പ്രഗ്നൻസിയിൽ കഴിഞ്ഞ പിന്നെ എനിക്ക് വയറുവേദന പീരിയഡ്സിൻ്റെ സമയത്ത് വളരെ കുറവാണ്. അതുകൊണ്ട് ഈ പ്രാവശ്യം ട്രിപ്പിൽ ഐ വാസ് വെരി ഹാപ്പി അതില്ലാത്തതുകൊണ്ട്. പിന്നെ അടുത്ത ചോദ്യം എന്താ അറിയോ? ഈ യാത്രയിൽ ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്നത് എന്തായിരിക്കും എന്നാണ്. ഈ യാത്രയിൽ ഏറ്റവും കൂടുതൽ ഞങ്ങൾ മിസ് ചെയ്യുന്നത് ഞങ്ങളുടെ പാരൻസിനെയാണ്. അല്ലേ ശ്വേത? അത് ആർക്കാണേലും എല്ലാവർക്കും ഞങ്ങൾക്ക് എല്ലാവർക്കും ഒറ്റ ആൻസറിൽ പറയാൻ പറ്റുന്നത് ഋഷിക്കുട്ടനടക്കം അവൻ്റെ അമ്മൂമ്മേനെ അപ്പൂപ്പനെയാണ് ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്നത്. പിന്നെ നല്ല ഹോംലി ഫുഡും അല്ലേ? ഇടയ്ക്കിടയ്ക്കൊക്കെ നമുക്ക് നല്ല ക്രാവിങ്സ് ഒക്കെ വരുന്നുണ്ടെങ്കിലും നമുക്ക് ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്നത് നമ്മുടെ പാരൻസിനെയാണ്. ഇപ്പോൾ ഞാനിപ്പോൾ ഒറ്റയ്ക്കുള്ള യാത്രകളിൽ ഞാൻ ഏറ്റവും കൂടുതൽ മിസ് ചെയ്തുകൊണ്ടിരുന്നത് എൻ്റെ ഫാമിലി തന്നെയാണ്. നമ്മുടെ ഫാമിലിയാണ് നമ്മൾ യാത്രകൾ ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്നത്. ധീരജ് സുകുമാരൻ ചോദിച്ചൊരു ചോദ്യമാണ്. നമ്മൾ ഇത്രയും യാത്ര ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ഇത്രയും ഷൂട്ട് ചെയ്യുന്നുണ്ട്. ആ ഷൂട്ട് ചെയ്യുന്നത് നമ്മൾ ഒരു ഹ്യൂജ് എമൗണ്ട് ഓഫ് ഡേറ്റ നമ്മുടെ കയ്യിൽ ഉണ്ടാവുമല്ലോ. ആ ഡേറ്റ നമ്മൾ എന്താണ് ചെയ്യുന്നത്? ആ വിഷ്വൽസൊക്കെ നമ്മൾ കീപ്പ് ചെയ്യുമോ അതോ എഡിറ്റ് ചെയ്ത് ഡിലീറ്റ് ചെയ്ത് കളയുമോ എന്നൊക്കെയാണ് ചോദിച്ചിരിക്കുന്നത്. നമ്മളൊരു ദിവസം നമ്മൾ ഷൂട്ട് ചെയ്യുന്ന വിഷ്വൽസ് എല്ലാം കൂടെ എങ്ങനെ പോയാലും ഒരു 10-15 GB ഒക്കെ ചിലപ്പോൾ ഉണ്ടാവും. ഞാൻ ഫോണിലാണ്, എൻ്റെ ഐഫോണിലാണ് ഞാൻ എല്ലാ വിഷ്വൽസും ഷൂട്ട് ചെയ്തത്. ഇത് ഷൂട്ട് ചെയ്തിട്ട് ഞാൻ എൻ്റെ ലാപ്ടോപ്പ്, നമ്മുടെ മാക്ബുക്ക് പ്രോ ആണ് 1 TB ഉള്ള എൻ്റെ മെമ്മറി എന്ന് പറയുന്നത്. ഞാൻ എക്സ്റ്റേണൽ ഹാർഡ് ഡിസ്ക് ഒന്നും ഞാൻ ക്യാരി ചെയ്യുന്നില്ല. ഇതിനകത്ത് നമ്മൾ സ്റ്റോർ ചെയ്യും. ഇതിനകത്ത് സ്റ്റോർ ചെയ്തിട്ട് വീഡിയോസ് എല്ലാം എഡിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു 1 വീക്ക് ഇതൊക്കെ പബ്ലിഷ് ചെയ്തതിന് ശേഷം ഒരു 1 വീക്കിന് ശേഷം നമ്മൾ ആ വീഡിയോസ് നമ്മൾ വീഡിയോ ക്ലിപ്പുകൾ നമ്മൾ ഡിലീറ്റ് ചെയ്ത് കളയും. ഞാൻ അത് കീപ്പ് ചെയ്യാറില്ല. മാക്സിമം എല്ലാ ക്ലിപ്പുകളും ഡിലീറ്റ് ചെയ്ത് കളയാനാണ് ചെയ്യാറ്. എന്നിട്ട് ഇതെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ പിന്നീട് ഫോണിൽ നിന്ന് ഈ ക്ലിപ്പുകൾ ഡിലീറ്റ് ചെയ്യാറുള്ളൂ. അത്രയ്ക്ക് ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള എന്തെങ്കിലും സംഭവങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ ഞാൻ അത് കീപ്പ് ചെയ്യാറുള്ളൂ. പിന്നെ നമ്മൾ ഓരോ ദിവസവും എടുക്കുന്ന ഫോട്ടോസ് ആ ഗൂഗിൾ ഡ്രൈവിൽ അതാത് ദിവസത്തെ ഫോൾഡർ ഉണ്ടാക്കിയിട്ട് ആ ഫോട്ടോസ് എല്ലാം കൂടെ അപ്ലോഡ് ചെയ്ത് ഗൂഗിൾ ഡ്രൈവിൽ സൂക്ഷിക്കും. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എഴുതാൻ പോകുന്ന പുസ്തകത്തിൽ നമുക്ക് ആ ഫോട്ടോസ് ആഡ് ചെയ്യുന്നതിന് വേണ്ടിയാണ്. അപ്പോൾ ആ ഒരു മെമ്മറിയും കൂടിയാണല്ലോ ഫോട്ടോസ്. അപ്പം ഇപ്പോൾ എനിക്ക് നമ്മൾ യാത്ര തുടങ്ങിയിട്ട് ഏകദേശം ഒരു 160-170 ദിവസത്തോളമായി ഡേ ബൈ ഡേ ആയിട്ട് ഓരോ ദിവസത്തെ ഫോട്ടോസ് നമ്മൾ കൃത്യമായിട്ട് അപ്ലോഡ് ചെയ്ത് നമ്മുടെ ഡ്രൈവിൽ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട്. എല്ലാവരും ചോദിക്കുന്നുണ്ട് അബിയുടെ ഫ്യൂച്ചർ പ്ലാൻ എന്താ, അബിയുടെ പഠിത്തം കഴിഞ്ഞോ, അബി ഇപ്പം എന്ത് ചെയ്യുക, അബിക്ക് പഠിത്തവും ജോലിയൊന്നും ഇല്ല എന്നൊക്കെയാണ് എല്ലാവരും ചോദിക്കുന്നത്. പറ. പഠിത്തം കഴിഞ്ഞു, ഡിഗ്രി കഴിഞ്ഞു, അപ്പോൾ സർട്ടിഫിക്കറ്റ് ഒക്കെ കിട്ടാറുണ്ട്. പിന്നെ ഞാൻ ഒരു SSCയുടെ ടെസ്റ്റിന് അപ്ലൈ ചെയ്തിട്ടുണ്ട്. അത് ജസ്റ്റ് ഒരു എക്സാം എഴുതും. പിന്നെ വീഡിയോ പ്രൊഡക്ഷൻ പഠിക്കണമെന്നുണ്ട്. സഫാരി TVയുടെ സഫാരി മീഡിയ അക്കാഡമി ഉണ്ട് കൊച്ചിയിൽ, അവിടെ പഠിക്കണമെന്നുണ്ട്. അഡ്മിഷൻ ഒരു 6 മാസം എടുക്കും തുടങ്ങാൻ വേണ്ടി. അങ്ങനെ പല പല മോഹങ്ങളും സംഭവങ്ങളുമായിട്ട് ജീവിക്കുന്ന ഒരു വ്യക്തിയാണ് അബി എന്ന് പറയുന്നത്. പിന്നെ അബിയുടെ കല്യാണം എന്നുണ്ടാവുന്ന എല്ലാവരും ചോദിക്കുന്നുണ്ട്. കല്യാണ പ്രായം ആയില്ല കേസ്, 20 വയസ്സായതേ ഉള്ളൂ. കല്യാണ പ്രായം ആകുമ്പോൾ കെട്ടിച്ചോളൂ. 21 വയസ്സായതേ ഉള്ളൂ. കല്യാണ പ്രായം ആകുമ്പോൾ നമുക്ക് കെട്ടിച്ചോളൂ അല്ലേ? അബി ഈ യാത്രയിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട എന്താണ്? ഇഷ്ടപ്പെട്ടത് ഈ 6 മാസം കൊണ്ട് നമ്മൾ ഇത്രയും യാത്ര ചെയ്തു. ഈ 6 മാസം യാത്രയിൽ നിന്നും നിനക്ക് കിട്ടിയത് എന്താണ്? വാട്ട് യു ഗോട്ട്? പല പല ആൾക്കാരെ കാണാൻ പറ്റി. പല പല ആൾക്കാർ ജീവിക്കുന്ന രീതികൾ, ഓരോരുത്തരത്തെ ഓരോ സ്ഥലത്തെ ഓരോ കൾച്ചർ അതൊക്കെ അറിയാൻ പറ്റി. പിന്നെ എന്നെ സംബന്ധിച്ച് എൻ്റെ ഒരു ഇഷ്ടം അനുസരിച്ച് പല പല ട്രെയിനുകളുടെ ഫോട്ടോ എടുക്കാൻ പറ്റി. പല പല സ്ഥലത്ത്
പോയി ഓരോരോ കാര്യങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റി, പല പല ടെറയിൽ വണ്ടി ഓടിക്കാൻ പറ്റി. അതാണ് ഏറ്റവും വലിയ കാര്യം. അതിലെല്ലാം ഉപരി നമ്മൾ ഈ ഡിഗ്രി വരെ അല്ലെങ്കിൽ PG യോ ഡിഗ്രിയോ എന്താണോ PhD ആണോ എത്രയൊക്കെ പഠിച്ചാൽ നമ്മൾ യാത്ര ചെയ്യുമ്പോഴാണ് അതിലും കൂടുതൽ അറിവ് കിട്ടുന്നത്. നമ്മൾ ഈ പഠിക്കുന്നതൊന്നുമല്ല, ഈ പഠിക്കുന്നതിലും ഉപരിയുള്ള അറിവുകളും അനുഭവങ്ങളുമാണ് നമുക്ക് യാത്രകളിലൂടെ ലഭിക്കുന്നത്. ആ ഒരു യാത്ര നമ്മുടെ ഇന്ത്യ മുഴുവൻ കറങ്ങി വന്നു കഴിയുമ്പോഴത്തേക്കിനും നമുക്ക് കിട്ടിയിരിക്കും. ഇന്ത്യ എന്താണെന്ന് മനസ്സിലാവും. ഇന്ത്യ ഫുള്ള് കറങ്ങുന്ന ഒരു കോഴ്സാണ്. സത്യം പറഞ്ഞാൽ അതൊരു കോഴ്സാണ്. അതിന് 6 മാസമോ 1 വർഷമോ എത്ര എടുത്താലും തീരൂല. നമ്മൾ ഈ 6 മാസം കൊണ്ട് കണ്ട ഇന്ത്യ അല്ല ഇന്ത്യ. ഇതൊന്നും ഇന്ത്യ അല്ല. നമ്മൾ തുടങ്ങിയത് മഴക്കാലത്തായിരുന്നു, ഇപ്പൊ വിന്ററായി. ഓരോ സമയത്ത് ഓരോ സ്ഥലത്ത് ഓരോ സീസണാണ്. സമ്മർ എക്സ്പീരിയൻസ് ചെയ്തു, വിന്റർ എക്സ്പീരിയൻസ് ചെയ്തോണ്ടിരിക്കുകയാണ്. മൺസൂൺ എക്സ്പീരിയൻസ് ചെയ്തു, സ്പ്രിങ്ങും ഓട്ടം, അങ്ങനെ ഏതൊക്കെ കാലാവസ്ഥ, എല്ലാ കാലാവസ്ഥകളും നമ്മൾ എക്സ്പീരിയൻസ് ചെയ്തുള്ള യാത്രയാണ്. അനുഭവങ്ങൾ എന്ന് പറയുന്നത് വേറെ. അപ്പോൾ നമ്മുടെ യാത്രകളിലൂടെ ലഭിക്കുന്ന അനുഭവങ്ങൾ അത് വേറെ തന്നെയാണ്. അത് യാത്ര ചെയ്താൽ മാത്രമേ കിട്ടുള്ളൂ. അതുകൊണ്ടാണ് പല ആൾക്കാരും മിക്കവാറും സമയങ്ങളിൽ യാത്രകൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അടുത്ത ചോദ്യമാണ് ശ്വേതയാണ് ഉത്തരം പറയേണ്ടത്. യാത്രക്കിടയിൽ നിങ്ങൾ തമ്മിൽ വഴക്കുണ്ടാക്കാറുണ്ടോ എന്ന്? അതേ ഉള്ളു, എന്നും വഴക്കാ. ഏറ്റവും കൂടുതൽ വഴക്കുണ്ടാക്കുന്ന ശ്വേതയാണ് അല്ലേ? നീയല്ലേ ഏറ്റവും കൂടുതൽ വഴക്കുണ്ടാക്കുന്നത്? ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഞാൻ വഴക്കിടും. അത് തെറ്റല്ല എന്ന് എനിക്ക് തോന്നുന്നില്ല. ബിക്കോസ് ചില സമയത്ത് വഴക്ക് പറയണം. പിന്നെ നീ വഴക്ക് പറയാൻ നീ ആര്? നിങ്ങളുടെ ഭാര്യ ആണോ? ആ ശരി. പിന്നെ ഭാര്യയാണെന്ന് പറഞ്ഞ വഴക്ക് പറയാൻ പാടുണ്ടോ? അത് കൂടുതൽ പ്രശ്നം ഉണ്ടാക്കി ഇപ്പൊ വഴക്കുണ്ടാക്കട്ടോ. ചുമ്മാ വഴക്കുണ്ടാക്കാൻ വേണ്ടി ഒരു ചോദ്യങ്ങൾ അല്ലേ? വെറുതെ. നോർത്ത് ഈസ്റ്റ് യാത്രയിൽ ഗുണ്ടാപ്പിരിവ് ഉണ്ടായിരുന്നോ എന്നാണ് ഒരാളുടെ ചോദ്യം. ഉണ്ടായിരുന്നോ? നമുക്കൊന്നും ഫീൽ ചെയ്യില്ല. നമ്മൾ ആരെയും കണ്ടില്ല. ആൾക്കാർ ഫ്രണ്ട്ലി അല്ലെന്നേ ഉള്ളൂ, വേറെ പ്രശ്നങ്ങളൊന്നും നമ്മൾ ഫീൽ ചെയ്തില്ല. നമ്മളെ ആക്രമിക്കാൻ ആരും അങ്ങനെ വന്നൊന്നുമില്ല. ഇല്ല. നോർത്ത് ഈസ്റ്റ് നമ്മൾ പെട്ടെന്ന് തീർന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു സൗകര്യ കുറവ്, നമുക്ക് ബുദ്ധിമുട്ട് ഫീൽ ചെയ്യുന്നത്. അതായത് നമുക്ക് നല്ല താമസം കിട്ടുന്നില്ല, നല്ല ഫുഡ് കിട്ടുന്നില്ല എന്നുള്ളതാണ് നമ്മൾ നോർത്ത് ഈസ്റ്റ് പെട്ടെന്ന് ഞങ്ങൾ ഫിനിഷ് ചെയ്തത്. ആളുകൾ അത്ര ഫ്രണ്ട്ലി അല്ല എന്നുണ്ടെങ്കിൽ അവർ നമ്മളെ ഉപദ്രവിക്കാൻ വരുമൊന്നുമില്ല. നമ്മൾ അവരെ ഉപദ്രവിക്കാൻ പോയിരുന്നാൽ മതി. ചൊറിയാണ്ടിരുന്നാൽ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകാറില്ല. ഞങ്ങൾക്ക് അങ്ങനെ മോശം അനുഭവം ഒന്നും ഫീൽ ചെയ്തില്ല. പിന്നെ ഏറ്റവും നല്ല രീതിയിൽ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഏത് സംസ്ഥാനത്തിലെ ആൾക്കാരായിരുന്നു എന്ന് ചോദിച്ചു. രാജസ്ഥാനും പഞ്ചാബുമാണ് ഞങ്ങൾക്ക് ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ട് തോന്നിയത്. അടിപൊളിയാണ്, ഭയങ്കര ടൂറിസ്റ്റ് ഫ്രണ്ട്ലി ആണ്, ഹോസ്പിറ്റാലിറ്റി അടിപൊളിയാണ് അവരുടെ. സത്യം പറഞ്ഞാൽ ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഈ യാത്രയിൽ INB ട്രിപ്പിൽ കശ്മീർ, രാജസ്ഥാൻ, പഞ്ചാബ്, ലഡാക്ക് ഇല്ലേ, അടിപൊളിയായിരുന്നു. ഈ ട്രിപ്പ് സൂപ്പറായിരുന്നു. പിന്നെ ഭൂട്ടാൻ നല്ലായിരുന്നു, അതും നമ്മൾ എൻജോയ് ചെയ്തു. പക്ഷേ എന്നാലും നമ്മൾ ആ സൈഡിൽ എക്സ്പ്ലോർ ചെയ്തതിന്റെ ഫീല് വേറെ. നമ്മൾ ഇനിയും കിടക്കുന്നു, UP, ബീഹാർ, ഛത്തീസ്ഗഡ്, ജാർഖണ്ഡ് ഒക്കെ കിടക്കുന്നു. തല്ലി പൊളിക്കാടാ അടങ്ങി നീ ബാ പോവാ. കൃത്യമായി എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 12 മണിക്ക് എങ്ങനെ വീഡിയോ ഇടാൻ സാധിക്കുന്നു എന്നുള്ളതാണ് അടുത്ത ഒരാളുടെ ചോദ്യം. ഞാൻ കഴിഞ്ഞ കുറേ വർഷമായിട്ട് ഞാൻ എല്ലാ ദിവസവും ന്യൂൺ ഷോ പോലെ എല്ലാ ദിവസവും കൃത്യമായിട്ട് ഉച്ചയ്ക്ക് 12 മണിക്ക് വീഡിയോ ഇടാറുണ്ട്. ഇല്ലാന്നുണ്ടെങ്കിൽ വീഡിയോ ഇല്ലെന്നേ ഉള്ളൂ, ഇല്ലെങ്കിൽ നമ്മൾ നേരത്തെ അറിയിക്കും. എല്ലാ ദിവസവും ഒരു ട്രാവൽ വീഡിയോ ചെയ്യുക എന്നുള്ളത് ശരിക്കും വലിയ ബുദ്ധിമുട്ടേറൊരു കാര്യമാണ്. കാരണം നമ്മൾ യാത്ര ചെയ്യണം, പകൽ മൊത്തം യാത്ര ചെയ്യണം. അത് കഴിഞ്ഞ് നമ്മൾ തിരിച്ച് റൂമിൽ എത്തുമ്പോഴേക്കും നമ്മൾ ടയേർഡാവും. അത് കഴിഞ്ഞ് ആ ടയേർഡായി ഇരിക്കുന്ന സമയത്തായിരിക്കും നമ്മൾ ആ യാത്ര ചെയ്ത വിഷ്വൽസ് കംപ്ലീറ്റ് ലാപ്ടോപ്പിലേക്ക് മാറ്റണം. എന്നിട്ട് അതിരുന്ന് എഡിറ്റ് ചെയ്യണം. നമ്മുടെ ഓരോ വീഡിയോസും ഒരു 30 to 45 മിനിറ്റ്സ് ഡ്യൂറേഷനുള്ള വീഡിയോസാണ്. ഇത് എഡിറ്റ് ചെയ്യാനായിട്ട് അപ്രോക്സിമേറ്റ് ഒരു 1.5 മുതൽ 2 മണിക്കൂർ വരെ വരും നമ്മളിത് എഡിറ്റ് ചെയ്ത് തീർത്ത് റെൻഡർ ചെയ്ത് വരാനായിട്ട്. പിന്നെ നെറ്റിൻ്റെ സ്പീഡ് അനുസരിച്ചിട്ടാണ് ഇത് അപ്ലോഡിങ് ടൈം എന്ന് പറയുന്നത്. നല്ല സ്പീഡ് ഉണ്ടെങ്കിൽ 10 മിനിറ്റ് കൊണ്ട് അപ്ലോഡ് ആവും. ചില സമയങ്ങളിൽ നമുക്ക് ഒരു രാത്രി മൊത്തം ലാപ്ടോപ്പ് ഓണാക്കി വീഡിയോ അപ്ലോഡിങ് ഇട്ടാൽ മാത്രമേ രാവിലെ ആകുമ്പോഴത്തേക്കിനും അപ്ലോഡായി തീരുള്ളൂ എന്നുള്ള അവസ്ഥയിൽ പല സ്ഥലത്തും ഇൻ്റർനെറ്റിൻ്റെ പ്രശ്നങ്ങളുണ്ട്. കഴിഞ്ഞ INB ട്രിപ്പിലെ മെയിൻ വെല്ലുവിളി ഇതായിരുന്നു. പക്ഷേ ഇത്തവണ പല രീതിയിൽ കാര്യങ്ങൾ മാറി മറിഞ്ഞു. നമുക്ക് നോർത്ത് ഈസ്റ്റിൽ പോലും നമുക്ക് നല്ല ഇൻ്റർനെറ്റ് സ്പീഡ് ഭയങ്കര അധികം ഡെവലപ്ഡായി. ഞാൻ ഉപയോഗിക്കുന്നത് ജിയോയും എയർടെലുമാണ്. പല സ്ഥലങ്ങളിൽ നമുക്ക് വൈഫൈ ഉണ്ടെന്നുണ്ടെങ്കിൽ വൈഫൈ സ്പീഡിനെക്കാട്ടി കൂടുതൽ എയർടെൽ സ്പീഡ് തരുമായിരുന്നു, നല്ല ജിയോ സ്പീഡ് തരുമായിരുന്നു. അതുകൊണ്ട് അപ്ലോഡ് സ്പീഡാണ് നമുക്ക് ഏറ്റവും വലിയൊരു ആവശ്യം. ഒരു യൂട്യൂബറെ സംബന്ധിച്ച് ഡൗൺലോഡ് സ്പീഡിലുപരി അപ്ലോഡ് സ്പീഡാണ് ഏറ്റവും കൂടുതൽ വേണ്ടത്. അതാണ് നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം. അപ്പോൾ ഹാർഡ് വർക്ക് തന്നെയാണ് അതിൻ്റെ പുറകിൽ ഏറ്റവും വലിയൊരു കാര്യം. നമ്മൾ ഹാർഡ് വർക്ക് ചെയ്താൽ നമുക്ക് അതിൻ്റെ റിസൾട്ട് കിട്ടും. ഞങ്ങൾ ചെയ്യുന്നൊരു ഹാർഡ് വർക്കിൻ്റെ ഫലമായിട്ടാണ് നമുക്ക് വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ സാധിക്കുന്നത്. ഇപ്പോൾ എനിക്ക് നന്നായിട്ട് വീഡിയോ ഷൂട്ട് ചെയ്യാൻ സാധിക്കുന്നത് ഋഷിയെ, അബിയും ശ്വേതയും നന്നായിട്ട് നോക്കുന്നതുകൊണ്ട് മാത്രമാണ്. അബി വണ്ടി ഓടിക്കുന്നതുകൊണ്ട് മാത്രമാണ് എനിക്ക് നന്നായിട്ട് വീഡിയോ എടുക്കാൻ പറ്റുന്നത്. ഇനി ഞാൻ വീഡിയോ എടുക്കാൻ പോയി കഴിഞ്ഞാൽ എനിക്ക് വണ്ടി ഓടിക്കാൻ പറ്റില്ല. ഞാൻ വണ്ടി ഓടിക്കാൻ പോയി കഴിഞ്ഞാൽ എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ല.
അപ്പോൾ ഇപ്പോൾ തന്നെ നോക്കി ഞാൻ ഇവിടെ നിന്ന് സംസാരിക്കുമ്പോൾ ഈ വീഡിയോ അഭി ഷൂട്ട് ചെയ്ത് തരുന്നു, ശ്വേത ഋഷിയെ നോക്കുന്നു. അതാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ശരിക്കും ഞങ്ങൾ ഈ മൂന്ന് പേരും ഋഷിയും ഞങ്ങൾ 4 പേരായിട്ട് ഇറങ്ങിക്കൊണ്ട് മാത്രമാണ് ഈ യാത്ര സക്സസ്ഫുൾ ആകാൻ സാധിച്ചത്. അതിനകത്ത് എല്ലാവരും തുല്യമായിട്ടുള്ള പങ്ക് വഹിച്ചിട്ടുണ്ട്. അത് അഭിയുടെ രീതിയിൽ, ശ്വേതയുടെ രീതിയിൽ, ഋഷിയുടെ രീതിയിൽ, ഞാൻ എൻ്റെ രീതിയിൽ. അതിന് എല്ലാവർക്കും ഹാറ്റ്സ് ഓഫ്. പിന്നെയുള്ള അടുത്ത ചോദ്യമാണ് നമ്മൾ തുണി എങ്ങനെയാണ് മാനേജ് ചെയ്യുന്നത്, മുഷിഞ്ഞ തുണികൾ എങ്ങനെയാണ് മാനേജ് ചെയ്യുന്നതാണ്. നമ്മുടെ മുഷിഞ്ഞ തുണിയാണ് നമുക്ക് ഏറ്റവും വലിയൊരു ബേർഡനായിട്ട് വരുന്നത് ശരിക്കും സത്യം പറഞ്ഞത്. കാരണം നമ്മുടെ 4 പേരുടെ ഓരോ ദിവസം ഡ്രസ്സുണ്ട്. നമ്മൾ ഇന്ന് ഇടുന്ന ഡ്രസ്സ് നാളെ ഇടാറില്ല. നമ്മൾ ആക്ച്വലി പാൻസ് അല്ലെങ്കിൽ ജീൻസൊക്കെ മാത്രമാണ് നമ്മൾ 2 ദിവസം ഇടുന്നത്. ബാക്കി അടിവസ്ത്രങ്ങൾ, സോക്സും ടീഷർട്ടും എല്ലാം നമ്മൾ ഡെയിലി നമ്മൾ മാറുന്നുണ്ട്. അപ്പോൾ ഇത് നമ്മൾ എന്താ ചെയ്യുന്നത് പറഞ്ഞാൽ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് നാട്ടിൽ പോകുന്നുള്ളതുകൊണ്ട് ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഈ സാധനം കൊറിയർ ചെയ്യും നാട്ടിലേക്ക്. അങ്ങനെ നാട്ടിലേക്ക് കൊറിയർ ചെയ്യുമ്പോഴത്തേക്കും ഞങ്ങൾ പോയിട്ട് നെക്സ്റ്റ് ടൈം വരുമ്പോഴത്തേക്കിനും ആ കഴുകി തുടച്ച തുണികൾ, അലക്കി തുടച്ച തുണികൾ നമ്മൾ എടുത്തുകൊണ്ട് വരും. ഇനി അതല്ലാത്ത സമയങ്ങളിൽ നമ്മൾ ചില സ്ഥലങ്ങളിൽ നമ്മൾ Airbnb എടുക്കുമ്പോഴത്തേക്കും നമുക്ക് അവിടെ വാഷിംഗ് മെഷീൻ സൗകര്യങ്ങളൊക്കെ നമുക്ക് ഉണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് നമ്മളവിടെ 1-2 ദിവസം നമ്മളവിടെ നിൽക്കുകയും അങ്ങനെ ഞങ്ങൾ ആ തുണിയെല്ലാം നമ്മൾ അവിടെ വെച്ച് അലക്കി ഉണക്കിയെടുത്ത് സൂക്ഷിക്കുകയും ചെയ്യും. ഇപ്പോൾ നമ്മൾ കാഠ്മണ്ഡുവിൽ നിന്ന ഈ സമയത്ത് നമ്മൾ കുറച്ച് തുണിയൊക്കെ ഉണ്ടായിരുന്നു, നമ്മളവിടെ ഉണങ്ങി കിട്ടാവുന്ന സമയങ്ങളിൽ നമുക്ക് ഉണക്കിയെടുത്തു. അപ്പോൾ അങ്ങനെയാണ് ഞങ്ങൾ മാനേജ് ചെയ്യുന്നത്. പിന്നെ അണ്ടർവെയേഴ്സ് എല്ലാവർക്കും ഇഷ്ടം പോലെ ഉള്ളതുകൊണ്ട് അതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് നമുക്ക് മാറേണ്ടി വരുന്നില്ല. അത് ആവശ്യത്തിന് വാങ്ങിച്ച് വെച്ചിരിക്കുന്നതുകൊണ്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നു. വിൻ്ററാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. അപ്പോൾ വിൻ്റർ ക്ലോത്ത്സ് വേണം. അപ്പോൾ നമ്മൾ വിൻ്റർ ക്ലോത്ത്സ് വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ആ ഒരു രീതിയിലാണ് നമ്മൾ തുണി മാനേജ് ചെയ്യുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് ടു ശ്വേത. ഇന്ത്യയുടെ വികസനം പറച്ചിൽ മാത്രമാണോ? എങ്ങനെയാണ് ഇന്ത്യയുടെ വികസനം? ഇന്ത്യ ഇത്രയും കണ്ട ശരിക്കും നമുക്ക് പറയാം എന്താണ് ഇന്ത്യയുടെ വികസനം. വഴി തെങ്ങ് ഇന്ത്യയിൽ എന്തോരം സ്ഥലങ്ങളാണ് നമ്മൾ കാണാതെ ഇനിയും ഇരിക്കുന്നത് അല്ലേ? ഇന്ത്യയിൽ വികസനം നടക്കുന്നില്ല എന്ന് ആരാ പറഞ്ഞേ? വികസനമൊക്കെ നമുക്ക് ഇഷ്ടംപോലെ കിട്ടുന്നുണ്ട്. നമ്മളത് നല്ലപോലെ യൂസ് ചെയ്താലാണ് നമ്മുടെ ഇന്ത്യ അടിപൊളിയാവത്തുള്ളൂ. സത്യം പറയാലോ, ഭൂട്ടാനും നേപ്പാളും തമ്മിൽ നോക്കുമ്പോൾ ഇന്ത്യ ഫാർ ബെറ്ററാണ് കുറെ കാര്യങ്ങൾക്ക്. ഫോർ എക്സാമ്പിൾ ഈ നേപ്പാളിൽ വന്നേ പിന്നെ എന്തോരം കാര്യങ്ങൾ ഞാനിവിടെ കണ്ടു, എന്തോരം കാര്യങ്ങൾ ഞാൻ മനസ്സിലാക്കി. അതൊക്കെ വെച്ച് നോക്കുമ്പോഴാണ് നമ്മുടെ രാജ്യം സ്വർഗമാണ്. നമ്മുടെ രാജ്യം സ്വർഗമാണ്. നമ്മുടെ രാജ്യം നല്ല രീതിയിൽ വരുന്നുണ്ട്. പക്ഷേ നമ്മുടെ രാജ്യത്ത് ടൂറിസം മാത്രം ശരിയല്ല, ടൂറിസം പോളിസീസ് ശരിയല്ല, ടൂറിസ്റ്റുകളോടുള്ള സമീപനം ശരിയല്ല. അത് മാത്രം മാറണം. അത് മിക്ക സംസ്ഥാനങ്ങളിലും അങ്ങനെയാണ്. നമ്മുടെ ചിന്താഗതികളും മാറണം. ആസ് എ ടൂറിസ്റ്റ് നമ്മളും കുറേയൊക്കെ മാറേണ്ടതായിട്ടുണ്ട് ഇല്ലേ? ഇപ്പൊ കഴിഞ്ഞ ദിവസം ആ ഒരു വിമാനത്തിൽ എയർ ഹോസ്റ്റസിനോട് നടന്നൊരു സംഭവം, നമുക്ക് ബിഹേവ് ചെയ്യാൻ പഠിക്കണം. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ആൾക്കാരോട് ബിഹേവ് ചെയ്യാൻ പഠിക്കണം എങ്ങനെയാണെന്നുള്ളത്. നമ്മൾ കുറച്ച് മുമ്പ് ഒരു ചോദ്യം വന്നില്ലായിരുന്നോ, അവഗണന ഫീൽ ചെയ്തിട്ടുണ്ട്. അവഗണന, അതെ അതെ അതെ. അപ്പൊ അത് നമ്മൾ കാരണം തന്നെയാണ് നമ്മളത് കളഞ്ഞു കൂട്ടുന്നത്. അതെ. അപ്പൊ വികസനം നടക്കുന്നുണ്ട്, വികസനം ഇഷ്ടംപോലെ നടക്കുന്നുണ്ട്. പല രീതിയിൽ ഇൻഫ്രാസ്ട്രക്ചർ ആണെങ്കിലും പല കാര്യത്തിലാണെങ്കിലും ഡെവലപ്മെന്റ് നടക്കുന്നുണ്ട്. ആ ഡെവലപ്മെന്റ് ഒക്കെ നമ്മൾ കാണുന്നുണ്ട്. നമ്മുടെ നാട്ടിലും ഡെവലപ്മെന്റ് നടക്കുന്നുണ്ട് അല്ലേ? തീർച്ചയായും ഫുൾ ഓൾ ഓവർ ഇന്ത്യ നടക്കുന്നുണ്ട്. ആലപ്പുഴ കണ്ണൂർ ബൈപ്പാസ് ആ റോഡ് വികസനം എത്ര തകതിയിൽ അവർ ഫാസ്റ്റ് ആയിട്ട് തീർക്കുന്നത്. അപ്പൊ ചെയ്യുന്ന സംഭവങ്ങൾക്ക് നമ്മുടെ സപ്പോർട്ടും കൂടെ ഉണ്ടാവണം. അതിനകത്ത് രാഷ്ട്രീയവും മതവും മാത്രം കുത്തിക്കലർത്തി കോംപ്ലിക്കേഷൻസ് ഉണ്ടാക്കാതെ എന്താണെങ്കിലും അത് ഏത് രാഷ്ട്രീയ പാർട്ടി ആണെങ്കിലും വന്ന് വികസനമാണോ ആ വികസനത്തിന് നമ്മുടെ സപ്പോർട്ട് ഉണ്ടാവണം. എന്നാൽ മാത്രമേ കാര്യം നടക്കുകയുള്ളൂ. നിങ്ങൾ ധാരാളം ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു. നിങ്ങളുടെ എല്ലാ ചോദ്യങ്ങൾക്കൊന്നും ഉത്തരം നമുക്ക് പറയാൻ സാധിച്ചിട്ടില്ലെങ്കിൽ കുറേയൊക്കെ പ്രസക്തമായ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാൻ സാധിച്ചത് വിശ്വസിക്കുന്നു. എന്തായാലും നമ്മുടെ ഈ ഒരു ന്യൂ ഇയർ സ്പെഷ്യൽ വീഡിയോ നമ്മൾ ഇത്തരത്തിലുള്ളൊരു Q&A ആക്കിയത് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ പുതുവത്സരത്തിന് ഞങ്ങൾക്ക് തരുന്ന ഏറ്റവും വലിയൊരു സമ്മാനം എന്ന് പറയുന്നത് നമുക്ക് ദീർഘകാലമായിട്ട് നമ്മൾ കാത്തിരുന്ന ഒരു 2 മില്യൺ സബ്സ്ക്രൈബർ എന്ന് പറഞ്ഞൊരു കൗണ്ടാണ്. സബ്സ്ക്രൈബർ കൗണ്ടിന് വലിയ കാര്യമൊന്നുമില്ല. നമുക്ക് നമ്മുടെ വീഡിയോ എത്രയധികം ആളുകൾ കാണുന്നു, എത്ര ആളുകൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു കാര്യം അല്ലേ? സബ്സ്ക്രൈബർ കൗണ്ട് എന്ന് പറയുന്നത് വെറും ഒരു പ്രൊമോഷണൽ മെറ്റീരിയൽ മാത്രമാണ്. എനിവേ താങ്ക് യു സോ മച്ച് ഫോർ ദാറ്റ്. എനിക്ക് നിങ്ങൾക്ക് തിരിച്ചു തരാനായിട്ട് എനിക്കുള്ളത് നല്ല ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കണ്ടന്റുകളാണ്, ദൃശ്യവിസ്മയങ്ങളാണ്, ദൃശ്യവിരുന്നുകളാണ്. ഇനി അങ്ങോട്ടും നല്ല നല്ല പുതിയ കാഴ്ചകൾ, പുതിയ രാജ്യങ്ങൾ സന്ദർശിച്ച് പുതിയ കാഴ്ചകൾ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കാം എന്നുള്ളൊരു ഉറപ്പാണ് എനിക്ക് നിങ്ങളുടെ മുന്നിലേക്ക് തരാനുള്ളത്. അതല്ലാതെ ഫേക്ക് ഗീവ് അവേസ് തരാനായിട്ട് എനിക്ക് ഇപ്പം നിലവിൽ നിവൃത്തിയില്ല. കാരണം യൂട്യൂബിൽ പ്രോപ്പറായിട്ട് ആത്മാർത്ഥമായിട്ടൊരു ഗീവ് അവേ ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ ഇപ്പോഴും കരുതുന്നില്ല. ഞാൻ 1-2 തവണ ചെയ്തിട്ടുണ്ടെങ്കിലും എനിക്കത് പൂർണ്ണ സംതൃപ്തിയോടെ ഒരു 100% സിൻസിയറായിട്ട് ചെയ്യാൻ വരും തോന്നാത്ത കൊണ്ടാണ് ഞാൻ അധികം ഗീവ് അവേസ് ചെയ്യാത്തത്. എന്തായാലും താങ്ക് യു സോ മച്ച്. നിങ്ങൾക്ക് എല്ലാവർക്കും പുതുവത്സര ആശംസകൾ. ന്യൂ ഇയർ ആഘോഷിക്കൂ. ഹാപ്പി ന്യൂ ഇയർ അല്ലേ? ഹാപ്പി ന്യൂ ഇയർ. ഹാപ്പി ന്യൂ ഇയർ. അപ്പൊ താങ്ക് യു സോ മച്ച്. നാളെ മുതൽ നമ്മൾ പൊക്രയിലെ വീഡിയോസ് കാണാം. ആൻഡ് അത് കഴിഞ്ഞിട്ട് നമ്മൾ പോകാൻ പോകുന്നു UP-യിലേക്ക്. പിന്നെ നമ്മൾ ഏകദേശം ഒരു ജനുവരി അവസാനത്തോടു കൂടി
അല്ലെങ്കിൽ ഫെബ്രുവരി ഫസ്റ്റ് വീക്കോടുകൂടി നമ്മുടെ ഈ ഒരു INB ട്രിപ്പ് സീസൺ 2 അവസാനിപ്പിക്കാൻ സാധിക്കുമെന്നാണ് വിചാരിക്കുന്നത്. താങ്ക് യു സോ മച്ച്. ബൈ.